മോളുണ്ടോ? ആ, തുടങ്ങാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദിരയേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയ ഭഗവതീരുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകി. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദ മാധവം ശ്രീ ചൈതന്യമീശ്വരം. ഹരേ കൃഷ്ണ. ഇന്ന് പ്രഭു പറഞ്ഞ പോലെ ഇന്നത്തെ ടോപ്പിക് വന്നിട്ട് വൈഷ്ണവ എത്തിക്സ് ആണ്. ഞാൻ ഷെയർ ചെയ്യാണ് എന്റെ സ്ലൈഡ്. ഷെയർ ഓൺ ആക്കിയോ? ഇപ്പൊ ഷെയർ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ആ, ശരി. വന്നു പ്രഭു? വന്നിട്ടുണ്ട്. ഷെയർ ആണ്, ക്ലിയർ. കാണാവോ? കാണാം മാതാജി. ഓക്കെ. വൈഷ്ണവ എത്തിക്സ്. അപ്പൊ പ്രഭു പറഞ്ഞ പോലെ എടുത്ത ടോപ്പിക്കാണ് വൈഷ്ണവ എത്തിക്സ്. അപ്പൊ അതിന്റെ ഇനിയൊരു അർത്ഥമാണ് നമ്മുടെ 10 ഒഫൻസസ് എന്നും പറഞ്ഞ്. 10 ഒഫൻസസ് എന്നും പറഞ്ഞ ടോപ്പിക്ക് നമ്മൾ എല്ലാ ദിവസവും രാവിലെ മംഗളാരത്തി സമയം കഴിഞ്ഞിട്ട് ശിക്ഷാഷ്ടകമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ 10 ഒഫൻസസും കൂടി ഒരു പ്രാവശ്യം വായിക്കാറുണ്ട് അല്ലേ? അപ്പൊ ആ 10 ഒഫൻസസ് എടുത്തിരിക്കുന്നത് പത്മപുരാണ ബ്രഹ്മകണ്ഡ 25th ചാപ്റ്റർ 15 to 18 ആണ് വേഴ്സ്. പത്മപുരാണ ബ്രഹ്മകണ്ഡ 25ാമത്തെ ചാപ്റ്റർ 15 മുതൽ 18 ഉള്ള വേഴ്സസ് ആണ്. അപ്പൊ അതിന്റെ ശ്ലോകങ്ങളൊക്കെ ഓരോന്നായിട്ട് നമുക്ക് എടുക്കാം. ഇതിന്റെ ഫുൾ വേർഡ് ബൈ വേർഡ് മീനിങ് ഞാൻ പ്രഭുവിന്റെ അടുത്ത് അയച്ചിട്ടുണ്ട്, ആദികർത്ത പ്രഭുവിന്റെ അടുത്ത്. അപ്പോൾ പ്രഭു നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഷെയർ ചെയ്യും. ആർക്കെങ്കിലും ഒക്കെ അതിന്റെ ശ്ലോകം ഒക്കെ ബൈഹാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോളൂ. അപ്പൊ ആദ്യത്തെ ശ്ലോകം ഇതാണ്. സതാം നിന്ദ നാംന പരം പരമം അപരാധം വിതാനുതേ യഥക്യാതിം യഥാം കഥാം സഹതേ തദ് വിഗ്രഹാൻ. ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന ശ്ലോകം തന്നെയാണ്. അതിന്റെ അർത്ഥം വരുന്നുണ്ട്, to blaspheme the devotees who are dedicated their lives for propagating the holy name of the Lord. ഇതിന്റെ മലയാളം ആർക്കെങ്കിലും വായിക്കാൻ പറ്റുമോ? പറ്റും. യെസ് മാതാജി. രത്ന മാതാജി വായിക്കൂ. വേറെ രത്ന മാതാജി ഉണ്ട് ഈ ഗ്രൂപ്പിൽ. ഹരേ കൃഷ്ണ. 10 അപരാധങ്ങൾ ഉള്ള ചെറിയ മലയാളം ബുക്കുണ്ടല്ലോ, ആരെങ്കിലും കയ്യിലുണ്ടോ ഇപ്പൊ വായിക്കാൻ? ഉണ്ട് മാതാജി, ഉണ്ട് പ്രഭു, ഉണ്ട്. വായിച്ചോളൂ. ഫസ്റ്റ് വൺ മലയാളത്തിൽ ഒന്ന് വായിച്ചാല് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. ഭഗവത് നാമ പ്രചരണത്തിനായി സ്വജീവിതം സമർപ്പിച്ച ഭക്തന്മാരെ നിന്ദിക്കുന്നത്. വൺസ് മോർ. ഹരേ കൃഷ്ണ. വായിക്കുന്നു മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തിരുനാമങ്ങൾ ജപിക്കുമ്പോൾ ഒഴിവാക്കേണ്ട 10 അപരാധങ്ങൾ. 1. ഭഗവത് നാമ പ്രചരണത്തിനായി സ്വജീവിതം സമർപ്പിച്ച ഭക്തന്മാരെ നിന്ദിക്കുന്നത്. 2. മതി. ഒന്ന് ഓരോന്നായിട്ട് നമുക്ക് വായിക്കാം. അപ്പൊ അതിന്റെ ഫസ്റ്റ് വണ്ണിന്റെ അർത്ഥം
to blaspheme the devotees who have dedicated their lives for propagating the holy name of the Lord. അപ്പൊ അവരുടെ ജീവിതം തന്നെ, ഭക്തന്മാരാരാണോ അവരുടെ ജീവിതം തന്നെ ഭഗവാന്റെ നാമത്തിന് പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അങ്ങനത്തെ ഭക്തന്മാർ, വളരെ ശ്രേഷ്ഠമായ ഭക്തന്മാരാണ് ചൈതന്യ മഹാപ്രഭു തന്നെ തിരഞ്ഞെടുക്കുന്നത് ഇങ്ങനത്തെ ഒരു സർവീസിന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനത്തെ ഭക്തന്മാരെ നമ്മൾ നിന്ദിക്കണു. അവരിങ്ങനെ നിന്ദിക്കണമെന്ന് പറഞ്ഞാൽ ആൾക്കാർ ചിലർ പറയുമല്ലോ, ഓ അവര് ജോലി ഇല്ലാതെ ചുമ്മാ നാമം ജപിച്ചുകൊണ്ട് നടക്കാണ്, അങ്ങനെയൊക്കെ പറയില്ലേ, അതൊക്കെയാണ് നിന്ദ. അപ്പൊ അങ്ങനൊന്നും നമ്മൾ നിന്ദിക്കാൻ പാടില്ല. അവർക്ക് ഭഗവാന്റെ തന്നെ ജോലി കിട്ടിയിരിക്കുകയാണ്. ഭഗവാന്റെ ഡയറക്റ്റ് സൂപ്പർവിഷൻ ഉള്ള ഒരു ജോലിയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടണ എന്താണത്? ആ അപരാധം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഭക്തി വേരോടെ പിഴുതു പോകും. അതാണ് ഹാത്തി ഒഫൻസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അമ്മ അപരാധം എന്നൊക്കെ പറയൂലേ, അതിന് ആന അപരാധം എന്ന് പറയും. അപ്പൊ ആന വന്ന് ഒരു ചെടീനെ പിഴുത് കളയുന്ന പോലെ, ഒരു മതം പിടിച്ച ആന ചെടീനെ പിഴുത് കളയുന്ന പോലെ നമ്മുടെ ഭക്തി ലത എന്ന് പറഞ്ഞ ഒരു ക്രീപ്പർ ഇല്ലേ, നമ്മുടെ ഭക്തി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തുടങ്ങി പതുക്കെ പതുക്കെ നമ്മൾ നാമം ജപിച്ച് ഭക്തിയുടെ സേവനമൊക്കെ ചെയ്ത് ഭഗവാന്റെ കാൽപാദത്തിൽ ആ ഭക്തിയുടെ ലത എത്തിച്ചേരൂലേ, ആ ലത തന്നെ, ആ ചെടി തന്നെ പറിച്ചു കളയുന്ന ഒഫൻസ് ആണ്. അത്രയും നമ്മൾ പിന്നെയും സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ ആ അപരാധം നമ്മൾ ചെയ്യാൻ പാടില്ല. അടുത്തത് വായിക്കാം. അതിന്റെ ശ്ലോകം ഇങ്ങനെയാണ് ഇരിക്കണം. പത്മപുരാണത്തിലുള്ള ശ്ലോകം നമ്മൾ ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ അല്ലേ വായിക്കണം. അപ്പൊ അതിന്റെ പത്മപുരാണത്തിലുള്ള ശ്ലോകങ്ങളാണിത്. ശിവസ് ശ്രീ വിഷ്ണുർ യ ഇഹ ഗുണ നാമാദി സകലം ദിയ ഭിന്നം പശ്യേത് സ ഖലു ഹരി നാമഹിത കാര. അപ്പൊ ശിവന്റെയും to consider the names of demigods like Shiva or Lord Brahma to be equal to or independent of the name of the Lord Vishnu. മലയാളത്തിൽ വായിക്കുമോ മാതാജി? സെക്കൻഡ് വൺ. ഹരേ കൃഷ്ണ മാതാജി. ബ്രഹ്മാവ്, ശിവൻ തുടങ്ങിയ ദേവന്മാരുടെ നാമങ്ങളെ വിഷ്ണുവിന്റെ നാമങ്ങൾക്ക് തുല്യമായോ സ്വതന്ത്രമായോ കരുതുന്നത് ചില നാസ്തിക വിഭാഗം ജനങ്ങൾ ഭഗവാൻ വിഷ്ണുവിനെ ദേവന്മാർക്ക് തുല്യനായി കരുതുന്നു. എന്നാൽ ദേവന്മാർ ആരും തന്നെ പരമപുരുഷനിൽ നിന്ന് സ്വതന്ത്രരല്ലെന്ന് ഒരു ഭക്തൻ മനസ്സിലാക്കുന്നു. അതിനാൽ കാളി കാളി, ദുർഗ ദുർഗ എന്നിങ്ങനെ ജപിക്കുന്നത് ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തിന് തുല്യമാണെന്ന് കരുതുന്നത് അപരാധമാണ്. ഹരേ കൃഷ്ണ. നമുക്ക് വന്നിട്ട് വളരെ എളുപ്പമാണ്. എല്ലാവരുടെയും കൂടെ എല്ലാ ദൈവങ്ങളും ഒരേ ദൈവമാണ്. അപ്പൊ ഒരു അടിയും ഉണ്ടാവൂലല്ലോ, ആരും അടിക്കാൻ വരൂല. നമ്മൾ സിമ്പിൾ ആയിട്ട് അത് നല്ല ശാന്ത സ്വഭാവമായിട്ട് നമുക്ക് നടക്കാം. പക്ഷെ അതിന്റെ ഒരു ശരിക്കുള്ള ഇതുണ്ട്, ഒരു ചെറിയ വ്യത്യാസം ഉണ്ട്. ഓരോ ദേവി ദേവതന്മാരും ഭഗവാനിൽ നിന്ന് ഒരു വ്യത്യാസമുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് അതേസമയം ആ വ്യത്യാസം ഉണ്ട്, എന്നാലും അവര് ഭഗവാനെയാണ് അവരും ആശ്രയിക്കണേ. പിന്നെ അവര് ഭഗവാനിൽ നിന്ന് വേർപെട്ട ആൾക്കാരല്ല, ഭഗവാന്റെ തന്നെ ഇൻസ്ട്രുമെന്റ്സ് ആണ് അവരും എന്നും പറഞ്ഞ് നമുക്ക് മനസ്സിലാവുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടുന്നത്. എങ്ങനെയാണോ ഇതൊരു അനലോജി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഇതിപ്പോ ഒരു കോടതിയുടെ റൂമാണ് കാണുന്നത്. അപ്പൊ കോടതിയിൽ ഇരിക്കുന്ന ആൾക്കാരെല്ലാരും തുല്യ പവറുള്ള ആൾക്കാരാണ്. ഇവിടെ ഈ മെയിൻ ജഡ്ജിന്റെ ചെയർ ആണ് ഇത്. പിന്നെ ഇവിടെ സൈഡിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ അതിന്റെ ക്ലേർക്സ് ഒക്കെ ആയിരിക്കും. ഓരോ ജഡ്ജ്മെന്റിന്റെ ഇവിടെ സൈഡിൽ വേറെ വേറെ ചെയർസ് ഒക്കെ ഉണ്ട്, ഇവിടെ വേറെ ചെയർസ് ഉണ്ട്. അപ്പൊ എല്ലാരും തുല്യ പവറുള്ള ആൾക്കാരാണോ ഒരു കോടതിയിൽ? അല്ല. അല്ല. അപ്പൊ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവണേ? ജഡ്ജ് വന്നിട്ട് ഓരോ ഇത് കേസൊക്കെ കേട്ടിട്ട് അതിന്റെ എല്ലാ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി
ഇപ്പുറത്തും അപ്പുറത്തും ഒക്കെ നമ്മൾ ത്രാസ് പോലെ നമ്മൾ വേ ചെയ്തിട്ട് അതിന്റെ ഫൈനൽ വെർഡിക്റ്റ് ജഡ്ജ് പറയുന്നുണ്ട്. ജഡ്ജാണ് പറയുന്നത് ഇത് ഈ ആളെ ഇങ്ങനെ ഇതാണ് കൊടുക്കണ്ടേ. ചിലപ്പോ അവര് പറയും ഇയാള് നല്ല കാര്യമാണ് ചെയ്ത്, അയാൾക്കൊരു റിവാർഡ് കിട്ടട്ടെ എന്നും പറഞ്ഞ് അയാൾക്ക് കുറച്ച് പൈസ ആയിരിക്കും കൊടുക്കണത്. അല്ലെങ്കിൽ എന്തായിരിക്കും, ഇയാള് ചെയ്തത് തെറ്റാണ്, അപ്പൊ അതിന്റെ പണിഷ്മെന്റ് കൊടുക്കുന്നത് ജഡ്ജാണ്. പണിഷ്മെന്റും കൊടുക്കുന്നത് ജഡ്ജാണ്, റിവാർഡും കൊടുക്കുന്നത് ജഡ്ജാണ്. അപ്പൊ ജഡ്ജിന് അത്രയ്ക്കും പവർ ഉണ്ട്. ഏതാണ് ഒരാൾക്ക് കിട്ടേണ്ടത്, ശിക്ഷയാണോ അല്ലെ റിവാർഡാണോ കിട്ടേണ്ടത് എന്ന് തീരുമാനിക്കുന്ന പവറാണ് ജഡ്ജിന്റെ പവർ. അപ്പൊ ദാറ്റ് ഇസ് ഹയസ്റ്റ് അതോറിറ്റി ഇൻ എ കോർട്ട്. അപ്പൊ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ്, ആ വിധി എക്സിക്യൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ് എന്ത്, എക്സിക്യൂഷണർ. ഇപ്പൊ അയാളുടെ വിധി അയാളെ കൊന്നേ പറ്റൂ, അത്രയും വലിയ പാവമാണ് അയാൾ ചെയ്തിരിക്കണതെന്ന് അവർ വിധിച്ചു കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ആള് ഒരു എക്സിക്യൂഷണർ എന്ന് പറഞ്ഞ ഒരാളുണ്ടാവും. കോടതിയുടെ കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ അത് എക്സിക്യൂഷണർ എന്ന് പറയും. അല്ലെങ്കിൽ അയാൾക്ക് കിട്ടേണ്ടത് കുറച്ച് ഫണ്ടാണ് കിട്ടേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടുന്ന ആള് അതിന്റെ അത് നിറവേറ്റി കൊടുക്കാനുള്ള ഒരു ഗുമസ്തൻ ആരെങ്കിലും കാണും. അപ്പൊ ഈ രണ്ട് പോസ്റ്റ് മീൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണോ കോടതിയുടെ വിധി അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള പോസ്റ്റിലുള്ള ആൾക്കാര് ദേ ആർ നോട്ട് ഫ്രീ ഫ്രം ദ ജഡ്ജ്, അല്ലേ? ജഡ്ജിൽ നിന്ന് ഭിന്നമായിട്ടുള്ള ഏതോ ഒരു ആൾക്കാരല്ല, ജഡ്ജിന്റെ വിധി നടപ്പിലാക്കുന്ന ആൾക്കാരാണ് ഇവര്. അപ്പൊ കോടതിയിൽ ഒരു ഭാഗമായിട്ട് അതിൽ ഏറ്റവും കൂടുതൽ പവർ ഉള്ളത് ജഡ്ജിനാണ്. എന്നിട്ട് ആ പവർഫുൾ വെർഡിക്റ്റ് നിറവേറ്റി കൊടുക്കുന്നതാണ് ഈ എക്സിക്യൂഷണറും ഗുമസ്തനും ഒക്കെ. അപ്പൊ പവർ ജഡ്ജിനാണ്. ഇവര് ജഡ്ജിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഈ കാര്യങ്ങൾ നടത്തുള്ളൂ. അപ്പൊ ഈ അനലോജിയിൽ ജഡ്ജിന്റെ സ്ഥാനം എടുക്കുന്നതാണ് ആര്, ശ്രീകൃഷ്ണ ഭഗവാൻ, മെയിൻ പവർഫുൾ, മോസ്റ്റ് പവർഫുൾ പേഴ്സൺ. അപ്പൊ അത് സൃഷ്ടിയാണോ വേണ്ടത് അല്ലെ പ്രളയം സംഹാരമാണോ വേണ്ടത് എന്നൊക്കെ കൃഷ്ണൻ തീരുമാനിച്ചിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ബ്രഹ്മാവ് സൃഷ്ടി ആണെങ്കിൽ ബ്രഹ്മാവാണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇത് സംഹാരമാണ് എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത് ശിവനാണ്. അപ്പൊ അവര് കൃഷ്ണനിൽ നിന്ന് വേർപിരിഞ്ഞ ആൾക്കാരല്ല, കൃഷ്ണന്റെ വെർഡിക്റ്റ്, കൃഷ്ണൻ പറയുന്നത് നടപ്പിലാക്കുന്ന ഒരു ആൾക്കാരാണ്. അപ്പൊ ദേ ആർ നോട്ട് ഡിഫറെന്റ് ഫ്രം കൃഷ്ണ, ബട്ട് ദേ ആർ എക്സിക്യൂട്ടിങ് ദ പവർ ഓഫ് കൃഷ്ണ. അപ്പൊ മോസ്റ്റ് പവർഫുൾ കൃഷ്ണനാണ്. കൃഷ്ണന്റെ അംഗമായിട്ടാണ് ശിവനും ബ്രഹ്മാവും വിഷ്ണുവും എല്ലാവരും, എല്ലാ ദേവി ദേവതമാരും അവരവരുടെ ജോലി നടപ്പിലാക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ആ വ്യത്യാസം ഉണ്ട്, അല്ലെ? ചെറിയൊരു വ്യത്യാസമാണ്. കൃഷ്ണന്റെ തന്നെ കാര്യങ്ങളാണ് നടപ്പിലാക്കണേ, കൃഷ്ണന്റെ തന്നെ റെപ്രസെന്റേറ്റീവ് ആണ്. പക്ഷെ അവര് കൃഷ്ണന്റെ സെർവൻസ് ആണ്. അപ്പൊ അവര് സെയിം ലെവലല്ല, ഒരു പടി ഹയർ ആണ് കൃഷ്ണ. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കൃഷ്ണന്റെ നാമങ്ങളൊക്കെ ജപിക്കാൻ. അത് ഒരേ തുല്യമാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊരു അപരാധമായി. അടുത്തത് ഗുരുർ അവജ്ഞ. അതിന്റെ അർത്ഥമാണ് ഗുരുവിന്റെ ആജ്ഞ ഡിസൊബേ ചെയ്യുന്ന, ടു ഡിസൊബേ ദ ഓർഡേഴ്സ് ഓഫ് ദ സ്പിരിച്വൽ മാസ്റ്റർ. മലയാളത്തിൽ പറയൂ മാതാജി. ഹരേ കൃഷ്ണ. ആത്മീയ ഗുരുവിന്റെ ആജ്ഞകൾ അനുസരിക്കാതിരിക്കുന്നത്. ഹരേ കൃഷ്ണ. ഓക്കെ. ആത്മീയ ഗുരുവിന്റെ ആജ്ഞകൾ അനുസരിക്കാതിരിക്കുന്നത്. അപ്പൊ പല ഇൻസ്ട്രക്ഷൻസും ഗുരു തരും നമുക്ക്, അല്ലെ? നമ്മൾ ഗുരുവിനെ കാണുമ്പോ, ഗുരുവിന്റെ അടുത്ത് നിന്ന് ദീക്ഷ മേടിക്കുമ്പോ ഒക്കെ ഓരോരുത്തർക്കും ഓരോ ഇൻസ്ട്രക്ഷൻ ഒക്കെ തരും. അപ്പൊ അത് നമ്മൾ സീരിയസ് ആയിട്ട് എടുത്തിട്ട് വേണം അത് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത്. ബിക്കോസ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ ലൈഫ്. നമ്മുടെ ജീവിതം സ്പിരിച്വൽ മാസ്റ്ററിന്റെ കീഴിലാവുമ്പോൾ ഗുരു പറയുന്ന അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്തെത്തും. എവിടെയാ നമുക്ക് എത്തേണ്ടത്?
നമുക്ക് എല്ലാവർക്കും കൃഷ്ണന്റെ അടുത്ത് ഗോലോക വൃന്ദാവനത്തിലാണ് എത്തേണ്ടത് അല്ലേ? നമുക്ക് വേറെ വഴി കൂടി വേറെ എങ്ങോ കാട്ടിലോട്ടല്ലല്ലോ പോകേണ്ടത് അല്ലേ? ഏഹ് അപ്പൊ നമ്മൾ ഗുരു പറയുന്നത് അനുസരിച്ച് കേൾക്കുകയാണെങ്കിൽ നമുക്ക് കൃഷ്ണന്റെ അടുത്ത് എത്താൻ പറ്റും. അത് ഗുരു പറയുന്നത് നമ്മൾ നിന്ദിച്ചിട്ട് നമ്മൾ ചെയ്യാതെ വേറെ വഴി നമ്മൾ തന്നെ എടുക്കുമ്പോൾ നമ്മൾ വേറെ എവിടെയോ കാട്ടില് മിസ്സിംഗ് പേഴ്സൺസ് ആയിട്ട് പോകും. അപ്പൊ അങ്ങനെ നമ്മൾ ഗുരുവിന്റെ ആജ്ഞകൾ കേൾക്കാതിരിക്കാൻ പാടില്ല. അത് അതുപോലെ അനുസരിച്ച് നമ്മൾ നമ്മുടെ ഭക്തിയിൽ പുരോഗമിക്കാൻ ശ്രമിക്കണം. അടുത്ത ശ്ലോകമാണ് ശ്രുതി ശാസ്ത്ര നിന്ദനം. അതിന്റെ ഇംഗ്ലീഷാണ് ടു ബ്ലാസ്ഫേം ദ വേദിക് സ്ക്രിപ്റ്റേഴ്സ് ഓർ സ്ക്രിപ്റ്റേഴ്സ് ഇൻ പെർസുവൻസ് ടു ദ വേദിക് വേർഷൻ. എന്റെ മലയാളം വായിക്കുക മാതാജി. ഹരേ കൃഷ്ണ. വേദശാസ്ത്രങ്ങളെയും അവയിൽ അധിഷ്ഠിതമായ വൈദിക സാഹിത്യങ്ങളെയും നിന്ദിക്കുന്നത്. ഹരേ കൃഷ്ണ. ഓക്കെ, വേദിക ശാസ്ത്രം അവയിൽ അധിഷ്ഠിതമായ വൈദിക സാഹിത്യങ്ങളെയും നിന്ദിക്കുന്നത്. അപ്പൊ അത് ഏതൊക്കെയാണ് വേദിക ശാസ്ത്രങ്ങൾ? നമ്മുടെ ഭഗവത്ഗീത, യഥാരൂപം, ശ്രീമദ് ഭാഗവതം, ചൈതന്യ ചരിതാമൃത, ഇതൊക്കെയാണ് ശാസ്ത്രം. ഇതനുസരിച്ച് ഇത് വായിച്ചിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത് അല്ലേ? അപ്പൊ ഇതിന്റെ നിന്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ നിന്ദിക്കാൻ പറ്റും? നിന്ദിക്കാൻ പാടില്ല, പക്ഷെ നിന്ദിക്കുന്നത് എങ്ങനെയൊക്കെയാണ് ആൾക്കാർ ചെയ്യുന്നത്? വായിക്കാതിരിക്കുക, അല്ലെങ്കിൽ അതിന്റെ ശരിയായ മീനിങ്സ് മനസ്സിലാക്കാതെ. വെരി ഗുഡ്. വായിക്കാതിരിക്കുന്നത് ഒരു നിന്ദയാണ് അല്ലേ? നമുക്ക് കൈ കിട്ടി, ഏതോ ഒരു ഡിവോട്ടി നമുക്ക് ഈ ഭഗവത്ഗീത എന്തോ തന്നു, അത് കഴിഞ്ഞിട്ട് അത് തുറക്കാതെ ഒരു ഷെൽഫിൽ കൊണ്ടേ വെക്കുന്നത് അതും നിന്ദയാണ്. പിന്നെ അതിന് ബുക്കിന് നമ്മൾ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് എവിടെയോ തറയിലൊക്കെ ഇടുന്നു, അതൊക്കെ നിന്ദയാണ്. നമ്മൾ ഭദ്രപൂർണിമ എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ ഫെസ്റ്റിവൽ ഉണ്ട്. ആ ഫെസ്റ്റിവൽ ദിവസം നമ്മൾ ഈ ഭാഗവതം സെറ്റ് മൊത്തം ഈ ഒരു വലിയ സിംഹാസനം എടുത്തിട്ട് അതിന്റെ മുകളിൽ വെക്കേണ്ടതാണ്. ഭാഗവതത്തിനെ തന്നെ പൂജിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സിംഹാസനത്തിന്റെ മുകളിലാണ് വെക്കുന്നത് ഭദ്രപൂർണിമ ദിവസം. അപ്പൊ അങ്ങനെ അത്രയ്ക്ക് റെസ്പെക്ട്, ഈ വെറും ബുക്കാണെന്ന് വിചാരിക്കാൻ പാടില്ല. അത് ഭഗവാനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് തരുന്ന കാരണം അത് ഭഗവാനെ തുല്യം തന്നെ നമ്മൾ ആ ബുക്കിനെയും നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അപ്പൊ ഒരു സിംഹാസനത്തിലൊക്കെ വെക്കുക, അല്ലെങ്കിൽ ഭഗവാന്റെ പൂജാമുറിയിൽ വെക്കുക, നല്ല ക്ലീൻ ആയിട്ടുള്ള സ്ഥലത്ത് വെക്കുക. പിന്നെ എടുത്ത് വായിക്കുമ്പോഴും ഒരു ടേബിളിന്റെ മുകളിലോ ഒരു ഡെസ്കിന്റെ മുകളിലോ ഒക്കെ വെച്ച് വായിക്കുക. അൺക്ലീൻ ആയിട്ടുള്ള സമയത്ത് കുളിക്കാതൊക്കെ എടുത്ത് വായിക്കാൻ പാടില്ല. ബെഡിന്റെ മുകളിൽ വായിക്കാൻ പാടില്ല. വളരെ ശ്രേഷ്ഠമായിട്ടുള്ള പുസ്തകമായിട്ട് നമ്മൾ എപ്പോഴും അതിന് റെസ്പെക്ട് കൊടുക്കണം. അതൊരു പോയിന്റ് ആണ്. പിന്നെ നമ്മൾ അത് വായിക്കുന്നില്ല. അത് വായിച്ചിട്ട് ചില ആൾക്കാർ ഇങ്ങനെ വെറുതെ വായിക്കും, ഒരു റിച്വൽ പോലെ വായിക്കും, പക്ഷെ അത് മനസ്സിലാക്കാനോ അത് ജീവിതത്തിൽ ഉൾക്കൊള്ളിക്കാനോ ഒന്നും ശ്രമിക്കൂല. വെറുതെ ഒരു ഇങ്ങനെ സെറെന്ന് വായിക്കും. അതും നോട്ട് നോട്ട് ഓക്കെ. വായിക്കുന്നു, അത് അവർക്ക് എന്തായാലും ബെനിഫിറ്റ് ആണ്, പക്ഷെ അത് മനസ്സിലാക്കാതെ പോകുമ്പോൾ അവരുടെ ജീവിതം അത്രയും അതനുസരിച്ച് ജീവിക്കാൻ പറ്റാതെ ആയി പോകും. അപ്പോൾ ദാറ്റ് ഇസ് നോട്ട് കറക്റ്റ്. ഈവൻ സ്മോൾ എമൗണ്ട് അവർ ഈ നല്ല രീതിയിൽ ബുക്കിന് റെസ്പെക്ട് ചെയ്ത് വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത്രയ്ക്കും ബെനിഫിറ്റ് ആണ് ഓരോ മനുഷ്യർക്കും. പിന്നെ അതനുസരിച്ച് അത് വായിച്ചു കഴിഞ്ഞിട്ട് അതനുസരിച്ച് ജീവിക്കുക. പിന്നെ ചില ആൾക്കാർ ഇത് നല്ല പുസ്തകം, ഈ ഈ ശാസ്ത്രീയ പുസ്തകമൊക്കെ വായിച്ചിട്ട് അത് അവരുടെ ജീവിതത്തിന് മോൾഡ് ചെയ്ത്, ബുക്കിന് മോൾഡ് ചെയ്ത് അതിൽ എഴുതിയിരിക്കുന്ന വാക്കുകളൊക്കെ വേറെ മീനിങ് ഒക്കെ കൊടുത്ത് അവർക്ക് സൂട്ട് ചെയ്യുന്ന രീതിയിൽ അവർ മാറ്റിയെടുക്കും. അതൊക്കെ നിന്ദയാണ്. പിന്നെ വേറൊരു എക്സാമ്പിൾ ഉണ്ട്. ഇത് ശരിക്കും നടന്ന ഒരു സംഭവമാണ്. ഒരു ഭാര്യ, ഒരു ഹസ്ബൻഡ് വന്നിട്ട് എപ്പോഴും വെള്ളം അടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭാര്യയ്ക്ക് ഭയങ്കര പരാതിയായിരുന്നു. അപ്പോൾ ആരുടെ അടുത്തും പറയാൻ പറ്റില്ലല്ലോ. ഹസ്ബൻഡിന്റെ കുറ്റങ്ങൾ വേറെ പുറത്തുള്ള ആൾക്കാർക്ക് പറയാൻ പറ്റാത്ത കാരണം സ്വന്തം മദർ ഇൻ ലോന്റെ അടുത്ത്, മീൻസ് ഹസ്ബൻഡിന്റെ അമ്മയുടെ അടുത്ത് തന്നെ പറഞ്ഞ് ഇങ്ങനെ ഭർത്താവ് ഇങ്ങനെ മദ്യപിക്കണു, എന്താ ചെയ്യുക, തെറ്റല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോ മദർ ഇൻ ലോ വന്നിട്ട് രാമായണം കോട്ട് ചെയ്യാണ്. എന്താണ് രാമായണത്തിൽ എന്താ പറഞ്ഞിരിക്കണേ? വാലിയും സുഗ്രീവനൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവരുടെ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് മദ്യപിക്കുകയായിരുന്നു.
അതുകൊണ്ട് അതിൽ തെറ്റൊന്നുമില്ല. രാമായണത്തിൽ തന്നെ മദ്യപാനം ഉണ്ട്, അതുകൊണ്ട് മദ്യപിക്കുന്നത് തെറ്റൊന്നുമില്ല. അങ്ങനെ നമ്മൾ സ്ക്രിപ്ചറിന് ഒരു റോങ് പോയിന്റ് യൂസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് തെറ്റാണ്, അല്ലേ? വാലിയും സുഗ്രീവനും അവർ കുടിച്ചത് മദ്യമൊന്നും ആയിരിക്കില്ല, വേറെ എന്തോ ഫ്രൂട്ട് ജ്യൂസ് ഒക്കെ ആയിരിക്കും അവർ കുടിച്ചത്. പക്ഷെ അത് അവർ ചെയ്തത് കാരണം ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ആരെയാണ്? രാമനെയാണ് ഫോളോ ചെയ്യേണ്ടത്. രാമനെ പോലെ നമ്മളും ജീവിക്കാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. അത്രയും പുരുഷോത്തമനായിട്ട് പെർഫെക്റ്റ് ലൈഫ് ഓഫ് എ മാൻ രാമനെ പോലെയാണ് ജീവിക്കാൻ ശ്രമിക്കുന്നത്. അല്ലാതെ വേറെ ആൾക്കാരെ അതിൽ രാവണനെ പോലെ ജീവിക്കാനോ, അതൊക്കെ തെറ്റാണ്, അല്ലെ? രാമായണം കോട്ട് ചെയ്ത് റോങ് ആയിട്ട് കോട്ട് ചെയ്തിട്ട് അങ്ങനെ രാമായണത്തിൽ ഇങ്ങനെ ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് തെറ്റ് ചെയ്യാം എന്ന് പറയുന്നത് ഇറ്റ്സ് എ റോങ് യൂസ് ഓഫ് സ്ക്രിപ്ചർ. അതിൽ ഏറ്റവും രാമായണത്തിൽ ബെസ്റ്റ് പേഴ്സണാലിറ്റി ആരാണ്? ഹൂം വി ക്യാൻ ഫോളോ, അത് രാമനാണ്. അപ്പൊ വി ഹാവ് ടു ഫോളോ ദാറ്റ്. രാമനെ പോലെ ജീവിക്കുക, രാമനെ പോലെ പെർഫെക്റ്റ് ആവാൻ ശ്രമിക്കുക. നമ്മളിപ്പോ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോൾ നമുക്കത് അതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. ആണുങ്ങളാണെങ്കിൽ രാമനെ പോലെ ജീവിക്കാൻ ശ്രമിക്കുക, പെണ്ണുങ്ങളാണെങ്കിൽ സീതാദേവി പോലെ ജീവിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഹരേ കൃഷ്ണ മഹാമന്ത്രം ഇസ് പ്യൂരിഫൈങ് അസ് ഫ്രം ഓൾ പാസ്റ്റ് സിൻസ്, അല്ലേ? അപ്പൊ ഏത് പഴയ പാപമാണെങ്കിലും അതൊക്കെ മാറ്റിയിട്ട് നമുക്കൊരു പുതിയ ജീവിതം കൊടുത്തതുപോലെയാണ്. അപ്പൊ അപ്പം മുതലെങ്കിലും നമ്മൾ കറക്റ്റ് ആയിട്ട് ജീവിക്കാനുള്ള ശ്രമം നടത്തണം, കറക്റ്റ് എക്സാമ്പിൾസ് ഫോളോ ചെയ്യണം. റീഡിങ് സ്ക്രിപ്ചർ ആസ് എ റിച്വൽ, ചുമ്മാ ഒരു എന്താണ്, ഒരു ചടങ്ങ് പോലെ നമ്മൾ ചുമ്മാ അത് വായിച്ച് തീർക്കണു, ഒന്നും അർത്ഥം മനസ്സിലായില്ല, ആരും കേൾക്കണില്ല, ശ്രദ്ധയില്ല, അങ്ങനെ ഒരു ചടങ്ങ് പോലെ വായിച്ച് തീർക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ ഒരു അപരാധം പോലെയാണ്. ഓക്കെ, അടുത്ത പോയിന്റ് അർത്ഥവാദ. നമ്മുടെ സാധാരണ ഇതിൽ നിന്ന് കുറച്ച് മാറ്റം ഉണ്ടാവും. അതിന്റെ അടുത്ത സെന്റൻസ് ആണ് അതിന്റെ വായിക്കേണ്ടത്, മാതാജി. To give കൃഷ്ണ. some interpretation to the holy name of the Lord. ഹരേ കൃഷ്ണ മഹാമന്ത്രങ്ങളെ ഹരേ കൃഷ്ണ മഹാമന്ത്ര മാഹാത്മ്യങ്ങളെ പാവനിയായി കരുതുന്നത്. ഹരേ കൃഷ്ണ. അത് ഈ ശ്ലോകത്തില് ഇത് രണ്ടും മിക്സ് ആണ്. ശ്ലോകത്തില് 6-ാമത്തതാണ് 5 വരുന്നത്. അപ്പൊ അടുത്തത് വായിക്കുമോ മാതാജി? ഭഗവാന്റെ ദിവ്യനാമങ്ങൾക്ക് ഭൗതിക വ്യാഖ്യാനം. ഹരേ കൃഷ്ണ. ഭഗവാന്റെ ദിവ്യനാമങ്ങൾക്ക് ഭൗതിക വ്യാഖ്യാനം നൽകുന്നത്. ഹരേ കൃഷ്ണ. ഓക്കെ, ടു ഗിവ് സം ഇന്റർപ്രിട്ടേഷൻ ടു ദ ഹോളി നെയിം ഓഫ് ദ ലോർഡ്. അപ്പൊ ഭൗതിക വ്യാഖ്യാനം നൽകുന്നത് വേറെന്തെങ്കിലും. അപ്പൊ ശരിക്കുള്ള ഇന്റർപ്രിട്ടേഷൻ എന്താണ്? റിയൽ മീനിങ് ഓഫ് ഹരേ കൃഷ്ണ മഹാമന്ത്ര ഇസ്, ഓ കൃഷ്ണ രാധാറാണി പ്ലീസ് എൻഗേജ് മീ ഇൻ യുവർ സർവീസ്. കൃഷ്ണനോ ഓ കൃഷ്ണ രാധ, എന്നെ താങ്കളുടെ സേവനത്തിൽ ഏർപ്പെടുത്തൂ. ഇതാണ് ശരിക്കുള്ള മീനിങ്. വേറെ ഏതെങ്കിലും ഒരു മീനിങ് കൊടുക്കുന്നതാണ് ഒഫൻസ് ആയിട്ട് വരുന്നത്. ഈ മീനിങ് അല്ലാതെ പ്ലീസ് എൻഗേജ് മീ ഇൻ യുവർ സർവീസ്, നിങ്ങളുടെ സേവനത്തിൽ എന്നെ ഏർപ്പെടുത്തൂ കൃഷ്ണ രാധ, ആ മീനിങ് മാറ്റി വേറെന്തോ ഒരു മീനിങ് കൊടുക്കുന്നത്, ഭൗതികമായിട്ട് വേറെ ഏതെങ്കിലും ഒരു മീനിങ് കൊടുക്കുന്നതാണ് ഒഫൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത് ഹരിനാംനി കൽപ്പനം. ഹരിനാംനി കൽപ്പനം അടുത്ത ശ്ലോകമാണ്. അതാണ് 5-ാമത്തതായിട്ട് നമ്മൾ ലിസ്റ്റിൽ എഴുതിയിരിക്കുന്നത്. ടു കൺസിഡർ ദ ഗ്ലോറീസ് ഓഫ് ചാറ്റിംഗ് ഹരേ കൃഷ്ണ ടു ബി an imagination. മാതാജി 5-ാമത്തെ വായിക്കൂ. ഹരേ കൃഷ്ണ മഹാമന്ത്ര മാഹാത്മ്യങ്ങളെ പാവനയായി കരുതുന്നത്. ഹരേ കൃഷ്ണ മഹാമന്ത്ര മാഹാത്മ്യങ്ങൾ. അപ്പൊ എന്താണ് മാഹാത്മ്യങ്ങൾ? ഭാവനയായി കരുതുന്നത്. അപ്പൊ നമ്മൾ അത് വിശ്വസിക്കാതെ മാഹാത്മ്യങ്ങള് ഭാവനയായിട്ട് കരുതുന്നു, ഇമാജിനേഷൻ ആണ് എന്നും പറഞ്ഞ് വിചാരിക്കുകയാണ്. അപ്പൊ ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ ഗ്ലോറീസ് എന്താണ്? അപ്പൊ അത് ഗ്ലോറീസ് എന്താണെന്ന് നോക്കുമ്പോ നാമമഹിമ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ജഗരാനന്ദ പണ്ഡിത എഴുതിയ പുസ്തകമാണ്. ചൈതന്യ മഹാപ്രഭു ഉള്ളപ്പോ ഉണ്ടായിരുന്ന ഒരു പണ്ഡിതനാണ്. അപ്പൊ അവര് എഴുതിയത് ചൈതന്യ മഹാപ്രഭു കൃഷ്ണദാസ കവിരാജ
എന്നും പറഞ്ഞ് ഇനി ഒരു ഡിവോട്ടി കാശി മിശ്രയുടെ വീട്ടിൽ വെച്ച് ചൈതന്യ മഹാപ്രഭു തന്നെ പറഞ്ഞതാണ് ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ മാഹാത്മ്യം, നാമമഹിമ, മാഹാത്മ്യം. അപ്പൊ ചൈതന്യ മഹാപ്രഭു പറഞ്ഞ് നമ്മുടെ ഡിസോൾവിങ് സിൻസ് ആൻഡ് റിമൂവിങ് ഇംപെഡിമെന്റ്സ്. ഡിസോൾവിങ് സിൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ തരം പാപത്തിനെയും അലിയിച്ച് കളയുക. എന്ത്? ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോൾ. റിമൂവിങ് ഇംപെഡിമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തടസ്സം, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിക്കളയും. അതാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ മാഹാത്മ്യം. പിന്നെ എംബാം സഫറിങ്, നമ്മൾ എന്തെങ്കിലും സഫറിങ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഭൗതിക രോഗമോ എന്തെങ്കിലുമൊക്കെ സഫറിങ് ഉണ്ടെങ്കിൽ അതിന്റെ പെയിനോ അതിന്റെ കഷ്ടത നമ്മൾ അറിയുന്നില്ല. ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്ന കാരണം ഒരു അനസ്തീഷ്യ പോലെയാണ്, അല്ലേ? നമ്മൾ അറിയാതെ ആ സഫറിങ്ങിന്റെ അകത്തൂടി പോയി നമ്മൾ അങ്ങോട്ട് രക്ഷപ്പെടുന്നുണ്ട്. അതാണ് എംബാം സഫറിങ്. സഫറിങ്ങിനെ നമ്മൾ ഫീൽ ചെയ്യാത്ത രീതിയിൽ ഇങ്ങനെ കവർ ചെയ്ത് തരുന്നത്. പിന്നെ ഡിമിനിഷസ് ദ കലിയുഗ എഫക്ട്സ്. കലിയുഗത്തിൽ നമ്മൾ എന്തൊക്കെയാണ് കഷ്ടങ്ങൾ നമ്മൾ നേരിടുന്നത്? ഒരുപാടുണ്ടല്ലേ. ഒന്ന് വന്നിട്ട് ട്രൂത്ത് ഇല്ല, ദയയില്ല ആൾക്കാർക്ക്, കാപട്യമുണ്ട്. അങ്ങനെ അങ്ങനെ പല കലിയുഗത്തിന്റെ എഫക്ട്സ് ഒക്കെ ഉണ്ട്. അതിന്റെ ഇഫക്റ്റ് ഒക്കെ നള്ളിഫൈ, ഇങ്ങനെ ചെറുതാക്കി. കലിയുഗം ഓൾറെഡി സ്റ്റാർട്ടഡ് ആൻഡ് അതിന്റെ ഇഫക്ട്സ് ഒക്കെ ഇങ്ങനെ കൂടി കൂടി വരികയാണ്. നമ്മൾ അത് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി നമ്മൾ കാണുമ്പോൾ സത്യസന്ധത ഒക്കെ കുറേ കുറഞ്ഞു വരുന്നുണ്ട്. ആൾക്കാർ ഭയങ്കര ഡിസീറ്റ്ഫുൾ ആവുന്നുണ്ട്. നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും, അല്ലേ? നമുക്ക് പരിചയമുള്ള ആൾക്കാർ പോലും നമ്മുടെ അടുത്ത് ചിലപ്പോൾ ഇങ്ങനെ അസത്യമൊക്കെ പറയുന്നുണ്ട്, നുണ പറയുന്നുണ്ട്. നമുക്കറിയാം അത് നുണയാണ്, പക്ഷെ ആൾക്കാർ ഇങ്ങനെ മാറിപ്പോയോ? അങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് കലിയുഗം കാരണം ഓരോന്ന് ഇങ്ങനെ ആവണതാണ്. കലിയുഗം കാരണമാണ് ഈ ഇഫക്ട്സ് ഒക്കെ വരുന്നത്. അപ്പൊ നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോൾ ആ ഇഫക്ട്സ് പോലും, കലിയുഗത്തിന്റെ ഇഫക്ട്സ് പോലും മാറിപ്പോവും. ഇപ്പൊ ആൾക്കാർ ചിലപ്പോ ഇങ്ങനെ ഭയങ്കര നരകത്തിന്റെ ഇൻമേറ്റ് ആണ്, നരകത്തിൽ താമസിച്ച് അവിടെ ഇരുന്ന് മുഷിയേണ്ട ആളാണ്. അങ്ങനത്തെ ആള് പോലും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും കൂടി രക്ഷപ്പെടാൻ പറ്റും. യമരാജാവ് അനുസരിച്ച് നരകത്തിൽ തന്നെ കഴിഞ്ഞുകൂടേണ്ട ആളാണെന്ന് വിധിക്കപ്പെട്ട ആളാണ്. അങ്ങനത്തെ ആളെ പോലും അവിടെ ഇരുന്ന്, നരകത്തിൽ ഇരുന്ന് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചാൽ പോലും അവിടുന്ന് പോലും അവർക്ക് രക്ഷപ്പെട്ട് തിരിച്ചു വരാൻ പറ്റും. പിന്നെ നള്ളിഫൈസ് ഇന്നെവിറ്റബിൾ സിൻഫുൾ റിയാക്ഷൻസ് ഫ്രം പ്രീവിയസ് ബർത്ത്. കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്ത പാപങ്ങളൊക്കെ ഈ ജന്മത്തിൽ അനുഭവിച്ചേ തീരൂ എന്നും പറഞ്ഞ് വിധിക്കപ്പെട്ട ആൾക്കാരായിരിക്കും. അങ്ങനത്തെ ഒരിക്കലും മാറ്റാൻ പറ്റാത്ത സിൻഫുൾ റിയാക്ഷൻ, പാപത്തിന്റെ അതിന്റെ കർമ്മഫലം എന്ന് പറയും. പാപത്തിന്റെ കർമ്മഫലം അനുഭവിച്ചേ പറ്റൂ. അങ്ങനത്തെ സാധനം പോലും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ അതുപോലും മാറ്റിക്കിട്ടും. പിന്നെ ഒഫൻസസ് പ്യൂരിഫൈസ് ഒഫൻസസ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചിലപ്പോൾ ഈ ഒഫൻസ് തന്നെ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കും. 10 നാമപരാധങ്ങൾ ചിലപ്പോൾ നമ്മൾ ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വൈഷ്ണവ അപരാധം ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ ഏതെങ്കിലുമൊക്കെ നമ്മൾ അറിയാതെയൊക്കെ ചിലപ്പോൾ ചെയ്തു പോകും. ഫോർ എക്സാമ്പിൾ, ഇന്നലെ ഞാൻ ഈ ഫുൾ ഇത് എഴുതിക്കൊണ്ടിരുന്നപ്പോ ഈ 10 അപരാധങ്ങളുടെ പുറകിൽ ഞാൻ ശിക്ഷാഷ്ടകമൊക്കെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ശിക്ഷ ഞാൻ കംപ്ലീറ്റ് ചെയ്തപ്പോ അറിയാതെ ഞാൻ എന്റെ ബെഡിന്റെ മുകളിൽ വെച്ചിട്ട് അതിന്റെ മുകളിൽ തന്നെ കയറി കിടന്നു, ഉറങ്ങിപ്പോയി, അറിഞ്ഞില്ല ഞാൻ അങ്ങനെ. അപ്പൊ അങ്ങനെ അറിയാതെ നമ്മൾ ചിലപ്പോ ഏതെങ്കിലും ഒഫൻസ് ഒക്കെ ചെയ്യും. അപ്പൊ ആ ഒഫൻസ് പോലും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോൾ അതൊക്കെ മാറ്റി കിട്ടും. വേദങ്ങളിനെ കാട്ടിലും കൂടുതൽ ബ്രൈറ്റ് ആയിട്ട് ഷൈൻ ചെയ്യുന്നതാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം. ചൈതന്യ മഹാപ്രഭു പറയുന്നതാണ്. വേദങ്ങളിൽ പറയുന്ന കാര്യങ്ങളിനെ കാട്ടിലും ബ്രൈറ്റ് ആയിട്ടാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം ഷൈൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ജപിക്കുമ്പോൾ അത് ഹയസ്റ്റ് സ്പിരിച്വൽ ആക്ടിവിറ്റിയാണ്. ഒരു തീർത്ഥാടനത്തിന് പോകുന്ന ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് പിൽഗ്രിമേജിനെ കാട്ടിലും ഹയർ ആണ്
ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നത്. നമുക്ക് ചൈതന്യ മഹാപ്രഭു പറഞ്ഞിരിക്കുകയാണ്, ഹരേ കൃഷ്ണ മഹാമന്ത്രം ഓംനി പൊട്ടന്റ് ആണ്. ഭഗവാനെ പോലെ ഭഗവാൻ എല്ലായിടത്തും പ്രസന്റ് ആണ്, അല്ലെ? എല്ലായിടത്തും പ്രസന്റ് ആണ്, എല്ലാ തരം പവറും ഉണ്ട്. ഓംനി പൊട്ടന്റ് എന്ന് പറഞ്ഞാൽ ഹി ഹാസ് ഗോട്ട് ഓൾ ടൈപ്സ് ഓഫ് പവേഴ്സ്. ആ പവേഴ്സും ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൽ ഉണ്ട്. ബെനഡിക്സ് ചാന്റർ വിത്ത് അൺഇമാജിനബിൾ ഗുഡ് ഫോർച്യൂൺ, എല്ലാ തരം ഐശ്വര്യങ്ങളും ഒരു ജപിക്കുന്ന ആൾക്ക് കിട്ടും എന്നും പറഞ്ഞ് ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്. എക്സ്പീരിയൻസ് ഡിവൈൻ ബ്ലിസ്, ജപിക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ എക്സ്റ്ററ്റിക് ഫീലിങ്സും ബ്ലിസ്സും എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ ചാന്റർ ബിക്കംസ് എക്സ്ട്രോർഡിനറി ആൻഡ് വേർത്തി ഓഫ് വേൾഡ്സ് പ്രൈസ്. ഒരു സാധാരണ ആള് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ അയാളുടെ ജീവിതത്തിലുള്ള വ്യത്യാസവും മാറ്റവും ഒക്കെ കാണാൻ പറ്റും, അല്ലെ? ലോകം തന്നെ അയാളെ പുകഴ്ത്തി പറയാൻ തുടങ്ങുന്നുണ്ട്. അങ്ങനെ പലരും അങ്ങനെ നാമം ജപിച്ച കാരണം പല വ്യത്യാസങ്ങളും കാണുന്നുണ്ട്. ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ മോക്ഷം കിട്ടും. ചൈതന്യ മഹാപ്രഭു പറഞ്ഞിരിക്കുകയാണ്, നമുക്ക് ലിബറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും ഉള്ള ഈ ജനന മരണ സൈക്കിൾ, ഈ സൈക്കിളിൽ നിന്ന് നമുക്ക് മോക്ഷം കിട്ടിയിട്ട് മരിക്കുന്ന സമയത്ത് നമുക്ക് ഗോലോകത്ത് തന്നെ പോകാൻ പറ്റും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്താണ്? നാമജപം. എന്തിനാണ് നമ്മൾ നാമജപം ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃഷ്ണനോടുള്ള പ്രേമം കിട്ടാൻ വേണ്ടിയിട്ട്, കൃഷ്ണപ്രേമം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാമം ജപിക്കുന്നത്. നമ്മൾ കൃഷ്ണന്റെ ലോകത്താണ് പോകുന്നത്, അല്ലേ? അവിടെ കൃഷ്ണന്റെ എതിരെ ഒരു എനിമിയായിട്ട് അവിടെ ജീവിക്കാൻ പറ്റുമോ? ഹരേ കൃഷ്ണ. കൃഷ്ണ. ആ, നമ്മൾ കൃഷ്ണന്റെ ലോകത്താണ് പോകാൻ ശ്രമിക്കണേ, അല്ലേ? അതെ, അവിടെ പോയിട്ട് നമ്മൾ കൃഷ്ണന്റെ എനിമിയായിട്ട്, ഒരു ശത്രുവായിട്ട് അവിടെ ജീവിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല, പറ്റില്ല. ഭഗവാന്റെ സേവകരായിട്ട് ജീവിക്കണം. സേവകനായിട്ട് കൃഷ്ണനോടുള്ള പ്രേമമായിട്ട് അങ്ങനെയല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ. അതെ. അതെ. അപ്പൊ നമുക്ക് കൃഷ്ണപ്രേമം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജപിക്കുന്നത്, അല്ലേ? അതാണ് അൾട്ടിമേറ്റ് ഗോൾ. ഇതിപ്പോ ഭൗതികമായിട്ട് വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും നമുക്ക് കൃഷ്ണനോടുള്ള കുറച്ച് സ്നേഹം കിട്ടിയാലേ നമുക്ക് ഗോലോകത്ത് പോകാൻ പറ്റുള്ളൂ. അവിടെ നമ്മൾ കൃഷ്ണന്റെ എനിമിയായിട്ട് ചെല്ലാൻ പറ്റൂല. നമുക്ക് കൃഷ്ണന്റെ സേവകനായിട്ട്, കൃഷ്ണനെ പ്രേമിക്കുന്ന ആൾക്കാരായിട്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങോട്ട് എൻട്രി വന്നിട്ട് നമുക്ക് കൃഷ്ണനോടുള്ള സ്നേഹം ഉണ്ടോ, അതാണ് നമുക്ക് എൻട്രി കിട്ടുന്നത്. അപ്പൊ ആ സ്നേഹം, ആ പ്രേമം നമ്മൾ വളർത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ പോകാൻ പറ്റൂല. അപ്പൊ ഇതൊക്കെയാണ് ഗ്ലോറീസ് ഓഫ് ചാന്റിങ് ഹരേ കൃഷ്ണ മഹാമന്ത്രം. അപ്പൊ ഇതിന്റെ ഒഫൻസ് എന്താണ്? ഇതൊക്കെ ചുമ്മാ ആണ് പറയണേ, ഇതൊന്നും നടക്കൂല, ഇത് ഇമാജിനേഷൻ ആണെന്ന് വിചാരിക്കുന്നതാണ് ഓഫൻസ്. ഇത്രയും മഹാത്മ്യം മീൻസ് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചിട്ട് ഇത്രയും മഹത്തായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും, ഇതൊക്കെ ഇമാജിനേഷൻ ആണ്, ഇതൊക്കെ വെറുതെ ഊഹാപോഹമാണ്, ഭാവനയാണ് എന്നൊക്കെ വിചാരിക്കുന്നത് ഒരു ഒഫൻസ് ആണ്. എക്സാമ്പിൾ എന്താണ്? ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചിട്ട് എക്സാമ്പിൾസ് ആണ് ഈ അജാമില വന്നിട്ട് മരിക്കണ സമയത്ത് ആകെ ഭഗവാന്റെ നാമം 2 പ്രാവശ്യം നാരായണ നാരായണ എന്ന് ഉച്ചരിച്ചിട്ട് അവനൊരു സെക്കൻഡ് ചാൻസ് കിട്ടി, അല്ലേ? അത്രയും ദുഷ്ടനായ ഒരു വ്യക്തി, അത്രയും പാവങ്ങളൊക്കെ ചെയ്ത ആൾക്ക് പോലും ഭഗവാന്റെ നാമം ജപിച്ചപ്പോ ഇനിയൊരു ചാൻസ്, വൈകുണ്ഠത്ത് പോകാൻ ഇനിയൊരു ചാൻസ് കിട്ടി. അറിയാതെ അയാളുടെ മകനെയാണ് വിളിച്ചത് നാരായണ എന്ന്, ഭഗവാനെ പോലും അല്ല വിളിച്ചത്, പക്ഷെ ഭഗവാന്റെ നാമമായതുകൊണ്ട് അവന് ഇനിയൊരു ചാൻസ് കിട്ടി. അതേപോലെ ദ്രൗപദിക്ക് എന്താ സംഭവിച്ചത്? ദുശാസനൻ ഇങ്ങനെ സാരി വലിച്ച് ഇങ്ങനെ സഭയില് ദ്രൗപദിയെ നഗ്നരൂപത്തിൽ കാണിക്കാൻ വേണ്ടിയിട്ട് സാരി വലിച്ചപ്പോ ദ്രൗപദി ഭഗവാനെ ഇങ്ങനെ കൈ പൊക്കി ഇങ്ങനെ വിളിച്ചു, ഭഗവാന്റെ നാമമാണ് പറഞ്ഞത്, കേശവ, ദ്വാരകാപുരിയിൽ താമസിക്കുന്ന ഓ കൃഷ്ണ, അങ്ങനെ വിളിച്ചു. അപ്പൊ ജസ്റ്റ് ആ ഭഗവാന്റെ നാമം വിളിച്ചത് കാരണം തന്നെ കിലോമീറ്റർ കണക്കിന് സാരിയൊക്കെ കിട്ടി, ദ്രൗപദി രക്ഷപ്പെട്ടു. പിന്നെ ഹിരണ്യകശിപു, പ്രഹ്ലാദ്, അതിലെവിടെയാണ് നാമം വരുന്നത്? പറയാൻ പറ്റുമോ? പ്രഹ്ലാദ് മഹാരാജിന്റെ സ്തുതി.
ഓക്കെ, പ്രഹ്ലാദനെ പല പ്രാവശ്യം രക്ഷിച്ചത് എപ്പോഴും ഓം നമോ ഭഗവത്തെ വാസുദേവായ എന്ന് നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന കാരണമാണ് പ്രഹ്ലാദ് രക്ഷപ്പെട്ടത്. ഹിരണ്യകശിപുക്ക് എങ്ങനെയാണ് നാമത്തിന്റെ കൂടെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? വിപരീത ഹിരണ്യകശിപു ഭ- അസുരനാണ്. ആ വിപരീത ഭക്തിയിലൂടെ അല്ലെ, എപ്പോഴും ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരുന്നു. ഓക്കെ, വിപരീത ഭക്തി. ഓക്കെ, ജപിച്ചായിരുന്നോ ഭഗവാന്റെ നാമം എപ്പോഴെങ്കിലും അയാൾ ജപിക്കുകയല്ല, ജപിച്ചായിരുന്നോ? ഇങ്ങനെ സ്മരിക്കുന്നുണ്ട് എപ്പോഴും. എന്റെ ശത്രുവാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ സ്മരിച്ചുകൊണ്ടിരുന്നത്. ആ, വിഷ്ണു എന്റെ ശത്രുവാണ്, എവിടെയാണ് ആയ വിഷ്ണു? അങ്ങനെ 2 പ്രാവശ്യം അറിയാതെ വായിന്ന് വിഷ്ണു എന്ന് പേര് വന്നു. അങ്ങനെ ഹിരണ്യകശിപു വിഷ്ണുവിന്റെ നാമം ജപിച്ചിട്ടുണ്ട്. അങ്ങനെ ജപിച്ച ശത്രുവാണ്, വിഷ്ണു എന്റെ ശത്രുവാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് അങ്ങനെ 2 പ്രാവശ്യം ജപിച്ചത് കാരണമാണ് പ്രഹ്ലാദൻ തന്നെ മകനായിട്ട് ജനിച്ചത്. ഭക്തപ്രഹ്ലാദ് എങ്ങനെയാണ് ഹിരണ്യകശിപുവിന് ജനിക്കുന്നത്? ബിക്കോസ് ഹിരണ്യകശിപു 2 പ്രാവശ്യം അറിയാതെ വിപരീത ഭാവനത്തോടെ വിഷ്ണുവിന്റെ നാമം ജപിച്ചു. അതുകൊണ്ട് പ്രഹ്ലാദൻ ജനിച്ചു. ഓക്കെ. പിന്നെ ഹരിദാസ് താക്കൂറിന്റെ ജീവിതത്തിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം തന്നെയാണ് യൂസ് ചെയ്തത്. മായാദേവിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ച കാരണം മോസ്റ്റ് പവർഫുൾ മായാദേവി അവര് തന്നെ വന്ന് ടെസ്റ്റ് ചെയ്തിട്ടും ഹരിദാസ് താക്കൂറാണ് ജയിച്ചത്. എങ്ങനെയാണ്? മായാദേവി വന്ന് കെഞ്ചി അഭ്യർത്ഥിയ ഹരിദാസ് താക്കൂറിന്റെ അടുത്ത് കല്യാണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഹരിദാസ് താക്കൂർ നാമം ജപിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് മായാദേവിക്ക് അത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയില്ല. ഹരിദാസ് താക്കൂറിന്റെ നിഷ്ഠയിൽ നിന്ന് മാറ്റാൻ പറ്റിയില്ല. പിന്നെ ഹരിദാസ് താക്കൂറിന് 21 മാർക്കറ്റ് പ്ലേസസിൽ കൊണ്ടേ ഇത് വെച്ച് അടിച്ചു, ചാട്ട വെച്ച് അടിച്ചായിരുന്നു. ആ വേദനയൊന്നും ഹരിദാസ് താക്കൂറിന് ഒന്നും സഹിക്കേണ്ടി വന്നില്ല. ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ച കാരണം ആ ഒന്നിന്റെയും ചാട്ട അടി അത്രയും സ്ഥലത്ത് അത്രയും പ്രാവശ്യം ചാട്ട അടി മരിച്ച പോലെയാണ് കൊണ്ടേ ഗംഗാ നദിയിൽ കൊണ്ടേ തള്ളിയത്. പക്ഷെ ആ ഒരു ഫീലിങ്ങും ഉണ്ടായിരുന്നില്ല. അടിച്ചതിന്റെ ഒരു ഫീലിങ്ങും ഹരിദാസ് താക്കൂർ ഫീൽ ചെയ്തില്ല. അപ്പൊ ഒരു അനസ്തീഷ്യ ഫീലിംഗ് ആയിരുന്നു, ഒന്നും അറിഞ്ഞില്ല, അടിച്ചതൊന്നും അറിഞ്ഞില്ല. അപ്പൊ ഹരേ കൃഷ്ണ മഹാമന്ത്രം അത്രയ്ക്ക് പവർഫുൾ ആണ്. അർജുനൻ ഹരേ കൃഷ്ണ മഹാമന്ത്രം എവിടെയെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ? ഒരു പ്രാവശ്യം നാരദമുനി കൃഷ്ണന്റെ അടുത്ത് വന്ന് ചോദിക്കും, കൃഷ്ണ, നിങ്ങള് എന്തിനാണ് ഈ പാണ്ഡവരെ എപ്പോഴും സപ്പോർട്ട് ചെയ്യണേ? അവരെന്താണ് നിങ്ങളുടെ ഈവൻ നിങ്ങളുടെ സ്വന്തം രാജ്ഞികളുടെ ഒക്കെ ദ്വാരകാപുരിയിലുള്ള എല്ലാ രാജ്ഞികൾ, ദേവികൾ, ഭാര്യമാർ, അവരെയൊക്കെ വിട്ടിട്ട് ഈ പാണ്ഡവരുടെ കൂടെ എന്തിനാണ് വനവാസത്തിൽ വന്ന് താമസിക്കണേ? കൃഷ്ണ, വാട്ട് ഇസ് ഇത് എന്നൊക്കെ ചോദിക്കാൻ വന്നു. അപ്പോ കൃഷ്ണൻ വന്നിട്ട് അർജുനൻ മടിയിൽ കിടക്കാണ്, കൃഷ്ണന്റെ മടിയിൽ അർജുനൻ കിടക്കാണ്. അപ്പൊ അർജുനന്റെ മുടി ഒരെണ്ണം എടുത്തിട്ട് നാരദമുനിക്ക് കൊടുക്കും. അപ്പൊ നാരദമുനിയുടെ അടുത്ത് പറയും, ആ മുടി എടുത്തിട്ട് ചെവിയിൽ വെച്ച് കേക്കൂ എന്ന് പറയും. അപ്പൊ ചെവിയിൽ വെച്ച് കേൾക്കുമ്പോ ആ മുടി, അർജുനന്റെ മുടി പറയണ്, കൃഷ്ണ ഈ അർജുനന്റെ മുടി വന്നിട്ട് മന്ത്രം ജപിച്ചോണ്ടിരിക്കുകയാണ്. കൃഷ്ണ മതിർമമ, ശ്രീകൃഷ്ണ മതിർമമ. പറയും മാതാജി. ശ്രീകൃഷ്ണ ശരണം മമ. അപ്പൊ അർജുനന്റെ മുടി പോലും ആ ശ്രീകൃഷ്ണ ശരണം മമ എന്നും പറഞ്ഞ് ഉച്ചരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അത്രയ്ക്കും സറണ്ടേർഡ് ഡിവോട്ടിയാണ് അർജുന. അതുകൊണ്ടാണ് ഞാൻ അവരുടെ കൂടെ, പാണ്ഡവരുടെ കൂടെ വനവാസത്തിൽ പോലും കൂടെ നിൽക്കണ എന്നും പറഞ്ഞ് കൃഷ്ണൻ പറയും. അപ്പോ അർജുന, എല്ലാരും ഈ ഡിവോട്ടീസ് എന്ന് പറയുന്ന എല്ലാരും കൃഷ്ണന്റെ നാമം ജപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അടുത്ത പോയിന്റ്, നാംനോ ബലാദ് യസ്യ ഹി പാപബുദ്ധിർ ന വിദ്യത്തെ തസ്യ യമേർ ഹി ശുദ്ധി. അതിന്റെ ഇംഗ്ലീഷ് മീനിങ്, ടു കമ്മിറ്റ് സിൻഫുൾ ആക്ടിവിറ്റീസ് ഓൺ ദ സ്ട്രെങ്ത് ഓഫ് ദ ഹോളി നെയിം ഓഫ് ദ ലോർഡ്. മലയാളം വായിച്ചോളൂ മാതാജി. ഹരേ കൃഷ്ണ. ഭഗവാന്റെ ദിവ്യനാമങ്ങൾ ജപിക്കുന്നതിന്റെ ബലത്തിൽ പാപം ചെയ്യുന്നത്
ഭഗവത് നാമങ്ങൾ ജപിക്കുന്നതിനാൽ എല്ലാവിധ പാപകർമ്മങ്ങളിൽ നിന്ന് മോചിതരാകും എന്ന ബലത്താൽ തുടർന്ന് പാപകർമ്മങ്ങൾ ചെയ്യുകയും പിന്നീട് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ച് അവയെ നിർവീര്യമാക്കുകയും ചെയ്യുന്നത് അപരാധമാണ്. ഹരേ കൃഷ്ണ. ഓക്കെ മാതാജി. അപ്പൊ ആ മീനിങ്ങിൽ തന്നെ നല്ല ക്ലിയർ ആണ്. നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ ബലം ഈ മഹാത്മ്യൊക്കെ അറിഞ്ഞിട്ട് പിന്നെയും പിന്നെയും നമ്മൾ അപരാധങ്ങളും പാപങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തുടർച്ചയായിട്ട് അപരാധങ്ങളും പാപങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊരു വലിയ ഓഫൻസാണ്. നമ്മൾ ഇതൊക്കെ നിർത്തിയിട്ട് മീൻസ് പതുക്കെ പതുക്കെ നിർത്താനെങ്കിലും ശ്രമിക്കണം അല്ലേ? നേരത്തെയുള്ള 4 റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ ബ്രേക്ക് ചെയ്യാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അത് എന്നാലല്ലേ നമ്മൾ നല്ല മനുഷ്യരായി മാറുന്നു അല്ലേ? നമ്മൾ ഒരു ദിവ്യ മനുഷ്യരായിട്ട് മാറുന്നു എന്നും പറഞ്ഞ് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാവും. അത് നടക്കണം. അടുത്ത പോയിന്റ്, ധർമ്മവ്രത ത്യാഗ കുതാദി സർവ ശുഭക്രിയ സംയം അപി പ്രമദ. അതിന്റെ അർത്ഥം, to consider the chanting of Hare Krishna as one of the auspicious ritualistic activities which are offered in the Vedas as fruitive activities. എന്റെ മലയാളം പറയും മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തെ വേദങ്ങളിലെ ഫലോദിഷ്ട കർമ്മങ്ങളിലെ അഥവാ കർമ്മകാണ്ഡം ഒരു മംഗളകരമായ ചടങ്ങായി കരുതുന്നത്. ഹരേ കൃഷ്ണ. ഫലോദിഷ്ട കാര്യങ്ങൾ, ഫ്രൂട്ടീവ് ആക്ടിവിറ്റീസ് എന്നും പറയും. അപ്പൊ നമ്മൾ വേദമന്ത്രമൊക്കെ ചിലത് ജപിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫലമായിട്ട് ഇത് കിട്ടും അത് കിട്ടും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേദമന്ത്രത്തിൽ കുറെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? വേദങ്ങളിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അത് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ ഗ്ലോറീസിൽ നമ്മളിപ്പോ കുറെ കേട്ടു. നമ്മള് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ നടക്കുമെന്ന്. പക്ഷെ അതിനു വേണ്ടിയിട്ടല്ല നമ്മൾ ജപിക്കണം അല്ലേ? അതൊരു ഫ്രൂട്ടീവ് ആക്ടിവിറ്റി പോലെ അതിനു വേണ്ടി നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മുടെ ഉദ്ദേശം എപ്പോഴും കൃഷ്ണപ്രേമം തന്നെ ആയിരിക്കണം. അശ്രദ്ധാനേ വിമുഖേ പി അശൃണ്വതി ഏ ചപദേശ ശിവ നാമാപരാധ. To instruct a faithless person about the glories of the holy name. മലയാളം വായിക്കും മാതേജി. ഹരേ കൃഷ്ണ. അവിശ്വാസിയായ ഒരു വ്യക്തിയോട് ദിവ്യനാമത്തിന്റെ മാഹാത്മ്യങ്ങൾ പറയുന്നത്, അഥവാ ആർക്ക് വേണമെങ്കിലും നാമങ്ങൾ ജപിക്കാം, എന്നാൽ തുടക്കത്തിൽ ഒരു വ്യക്തിയോട് നാമത്തിന്റെ അതീന്ദ്രിയ ശക്തിയെക്കുറിച്ച് പറയാൻ പാടില്ല. ഹരേ കൃഷ്ണ. ഫെയ്ത്ത്ലെസ് പേഴ്സൺ, ഇപ്പൊ ആദ്യം ഒരാൾ ഇസ്കോണിലോട്ട് വരുന്നു എന്ന് പറയുമ്പോ അയാളുടെ അടുത്ത് ജപിക്കാൻ മാത്രമേ പറയാൻ പാടുള്ളൂ അല്ലേ? ഫെയ്ത്ത്ലെസ് പേഴ്സൺ ആയിരിക്കുമ്പോൾ നമ്മൾ അയാളുടെ അടുത്ത് ഡയറക്ട്ലി ഗ്ലോറീസ് ഓഫ് ഹരേ കൃഷ്ണ മഹാമന്ത്രം പറയാൻ പാടില്ല. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നാമമഹിമ എന്ന് പറഞ്ഞ് ചൈതന്യ മഹാപ്രഭു കൃഷ്ണദാസ് കവിരാജിന്റെ അടുത്ത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ആ ഗ്ലോറീസ് ജപിച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടും, ജപിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ആ കാര്യങ്ങളൊന്നും ആദ്യമായിട്ട് വരുന്ന ആൾക്കാരുടെ അടുത്ത് പറയാൻ പാടില്ല. പുതിയതായിട്ട് വരുന്ന ഫെയ്ത്ത്ലെസ് പേഴ്സൺ അല്ലെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും, അതിലൊന്നും എനിക്ക് വിശ്വാസം ഇല്ലെന്ന് ആദ്യമേ പറഞ്ഞിട്ട് അപ്പോഴേ ഒരു അപരാധം ചെയ്തല്ലേ? അതൊരു ഇമാജിനേഷൻ ആണെന്ന് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അപരാധമായില്ലേ? പിന്നെ അവർക്ക് പിന്നെയും പുരോഗമിക്കാൻ അത്രയ്ക്കും പാടാവും. അതുകൊണ്ട് ഒരു ഫെയ്ത്ത്ലെസ് പേഴ്സണിന് ആദ്യം ഒന്നും പറഞ്ഞു കൊടുക്കൂല, ജപിച്ചോളാൻ പറയും, അത്രയും. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് നമ്മൾ ശാസ്ത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അത് പറയാൻ പറ്റുമോ ഏതെങ്കിലും എക്സാമ്പിൾ? ശ്രദ്ധയില്ലാത്ത ഒരു ആളിന് നാമജപം പറഞ്ഞു കൊടുത്തത്, അങ്ങനത്തെ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ഞാൻ ഒരു ക്ലൂ വെരി ഗുഡ്. വാൽമീകി കണ്ട, ഈ പടത്തിൽ കണ്ട വാൽമീകി ആദ്യം ഇങ്ങനെയായിരുന്നു കാണാൻ. ഒരു വേടനായിരുന്നു, മൃഗങ്ങളൊക്കെ പകുതി കൊന്ന് അതൊക്കെ പിടയ്ക്കുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ ആസ്വദിക്കുന്ന ഒരാളായിരുന്നു വാൽമീകി. അയാളുടെ പേര് രത്നാകരൻ എന്നായിരുന്നു. അപ്പൊ അയാള് ഇങ്ങനെ വേടനായിട്ട് ജീവിക്കുന്ന കാരണം അയാൾ നാരദ മുനിയുടെ അടുത്ത് പറഞ്ഞ്, ഇത് ഞാൻ എന്റെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്, ഇതാണ് ഞാൻ വേടനായിട്ടാണ് അത് ഫോറസ്റ്റിലാണ് ജനിച്ചത്, അപ്പൊ വേടനായിട്ടുള്ള ജോലി അല്ലാതെ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ നാരദമുനി പറഞ്ഞ് ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കാൻ പറഞ്ഞപ്പോ
വൈഫിന്റെ അടുത്ത് ചെന്ന് ചോദിച്ചപ്പോ വൈഫ് വന്നിട്ട് പാവം ഒന്നും ഞാൻ സ്വീകരിക്കില്ല, നിങ്ങൾ കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ പൈസയൊക്കെ ഞാൻ സ്വീകരിക്കാം, അതിന്റെ പാവത്തിന്റെ ഇത് നിങ്ങൾ തന്നെ അനുഭവിച്ചോളണം അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ നാരദ മുനി എത്രയൊക്കെ ഉപദേശിച്ചിട്ടും ഈ വേടൻ അയാളുടെ കാര്യങ്ങൾ, അയാളുടെ ദുഷ്ട കാര്യങ്ങളൊന്നും നിർത്താൻ സമ്മതിച്ചില്ല. അപ്പൊ അങ്ങനത്തെ ഒരാളുടെ അടുത്ത് നല്ല ഉപദേശം മാമന്ത്ര ജപം പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. അതുകൊണ്ട് നാരദ മുനി എന്ത് പറഞ്ഞ്, ശരി നീ വന്നിട്ട് എന്താ നിനക്ക് ചെയ്യാൻ താല്പര്യം എന്ന് പറഞ്ഞപ്പോ എനിക്ക് കൊല്ലാൻ താല്പര്യമുണ്ട്, മര 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 എല്ലാരെയും, എല്ലാ എല്ലാ ജീവജാലങ്ങളും അവിടെ, അതാണ് എന്റെ താല്പര്യം എന്ന് പറഞ്ഞു. അപ്പൊ നാരദമുനി പറഞ്ഞു ഓക്കെ ശരി നീ അത് തന്നെ പറഞ്ഞോ, മറ 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 എന്ന് തന്നെ പറഞ്ഞാൽ മതി, പക്ഷെ അത് തുടർച്ചയായിട്ട് പറയണമെന്ന് പറഞ്ഞു. അപ്പൊ തിരിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഹരേ കൃഷ്ണ രാമ എന്ന് പറഞ്ഞു കൊടുക്കാതെ മര എന്നാണ് പറഞ്ഞു കൊടുത്തത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ മര എന്ന് പറഞ്ഞു കൊടുത്തിട്ട് അത് പറഞ്ഞു പറഞ്ഞ് അത് രാമ ആയി. അപ്പൊ അതിന്റെ അങ്ങനെ പറഞ്ഞിട്ടും അവർക്ക് മഹാമന്ത്രത്തിന്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മളും അങ്ങനെ ആദ്യം വന്നപ്പോ ഒരുവിധം ഈ രത്നാകരൻ പോലത്തെ ആൾക്കാരാണ് അല്ലേ? നമ്മളെല്ലാരും ഇസ്കോണും ഭക്തന്മാരുടെ അടുത്ത് വരുന്നതിന് മുമ്പേ മോസ്റ്റ് ഓഫ് എസ് ഇങ്ങനെ എല്ലാ തരം റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ് ബ്രേക്ക് ചെയ്തുകൊണ്ടോ അങ്ങനെയൊക്കെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ നമുക്ക് ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം കിട്ടിയത് പോലും വേദമന്ത്രത്തിന്റെ തിരിച്ചുള്ള കാര്യമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ? വേദമന്ത്രത്തിൽ ഹരേ രാമ എന്നാണ് പറയുന്നത്. നമുക്കത് തിരിച്ച് ചൈതന്യ മഹാപ്രഭു നമ്മൾ നോട്ട് ക്വാളിഫൈഡ് ടു ചാൻഡ് ദ വേദമന്ത്ര എന്നും പറഞ്ഞിട്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം തിരിച്ച് ആണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ? ഹരേ കൃഷ്ണ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മളും ആ രത്നാകരന്റെ സ്റ്റേജിൽ നിന്നാണ് നമ്മൾ പതുക്കെ പുരോഗമിച്ചു വരുന്നത്. പിന്നെ ഗുരു മഹാരാജും അതേപോലെ ഒരു ഡോക്ടർ വന്നായിരുന്നു ഗുരു മഹാരാജിന്റെ അടുത്ത്. അപ്പൊ ഗുരു മഹാരാജ് പറഞ്ഞ് നീ ഡോക്ടർ അല്ലേ, നിങ്ങക്ക് എത്ര പേഷ്യൻസ് വരും, എല്ലാ ദിവസവും നിങ്ങളെ കാണാൻ പേഷ്യൻസ് വരുമല്ലോ, അപ്പൊ അവരുടെ അടുത്തൊക്കെ നിങ്ങൾ പ്രീച്ച് ചെയ്യണമെന്ന് പറയും. അപ്പൊ ഡോക്ടർ പറയും ഞാൻ അങ്ങനെ എങ്ങനെയാ പ്രീച്ച് ചെയ്യുന്നത്, ഈ പേഷ്യൻസ് ഒക്കെ നോട്ട് ക്വാളിഫൈഡ് ടു ഗെറ്റ് ഹരിനാം, അപ്പൊ ഞാൻ എങ്ങനെയാണ് അവരെ പ്രീച്ച് ചെയ്യണേ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഗുരു മഹാരാജ് ഇതേപോലത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. അപ്പൊ ഇതെന്താണ് ഈ പടത്തിൽ കാണുന്നത്? ഈ ഫസ്റ്റ് ഈ ആരോ കാണിക്കുന്ന സാധനം എന്താണ്? ഈ ഭാഗം മുട്ട്, കാലിന്റെ മുട്ടാണല്ലേ? കാലിന്റെ മുട്ട്. അപ്പൊ മുട്ട് വന്നിട്ട് ഇംഗ്ലീഷിൽ പറയുന്നത് നീ എന്നാണ്, KNEE, നീ. ഓക്കെ. എന്നിട്ട് ഇപ്പുറത്തുള്ളത് എന്താണ്? ടൈ. ടൈ. അപ്പൊ ഇത് നീ ആണ്, ഇത് ടൈ ആണ്. അപ്പൊ ഒരുമിച്ചിട്ട എന്തായി? നീറ്റായി. അപ്പൊ നിത്യാനന്ദ പ്രഭുവിന്റെ പേരായി അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ഇങ്ങനത്തെ ചുളിവ് വഴി വെച്ച് പേഷ്യൻസിന് ഭഗവാന്റെ നാമം ഉച്ചരിക്കാൻ പഠിപ്പിക്കുക, അതുപോലും എഫക്റ്റീവ് ആണെന്നാണ് നീറ്റായി എന്നും പറഞ്ഞ് ഗുരു മഹാരാജ് പറഞ്ഞു കൊടുത്തു, ജയപ്രതാക് സ്വാമി മഹാരാജ്. അപ്പൊ അങ്ങനെ നമുക്ക് ഏത് സിറ്റുവേഷനിലാണെങ്കിലും, ഇപ്പോ ഫെയ്ത്ത് ഇല്ലാത്ത ആള് വരുന്നു, പുതിയതായിട്ട് വരുന്നു, എന്തൊക്കെ ആണെങ്കിലും അവരെ കൊണ്ട് നാമം ജപിക്കാൻ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചുളിവ് വഴി കണ്ടുപിടിച്ച് അവരെ കൊണ്ട് ജപിപ്പിക്കണം, നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഒരു പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം പഠിപ്പിച്ച് കൊടുക്കാതെ അവരെ തന്നെ വായിക്കാൻ പറയാൻ പറ്റും നമുക്ക്. അവർക്കൊരു ബുക്ക് കൊടുത്തിട്ട് അല്ലെ ഒരു കാർഡിൽ പ്രിന്റ് ചെയ്തിട്ട് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് ഇതൊന്ന് വായിച്ചേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം അവർ തന്നെ വായിച്ചു കഴിഞ്ഞു. വായിച്ചു കഴിഞ്ഞപ്പോ എന്തായി? അവർ നേരത്തെ ചെയ്ത പാവങ്ങൾ കുറെ മാറി കിട്ടും, അവർ തന്നെ പുരോഗമിക്കാൻ തുടങ്ങും. അപ്പൊ നമ്മൾ അത് എവിടെയെങ്കിലും എഴുതിയത് വായിക്കാൻ പറഞ്ഞാലും മതി, അത്രയ്ക്കും ബെനിഫിറ്റ് ആണ് അവർക്ക്. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുത്തില്ല, അതേസമയം
അവർ വായിച്ച് അത് ജപിച്ച് മുന്നോട്ട് വരാൻ പറ്റും. ഓക്കെ, അങ്ങനത്തെ അതൊക്കെ നമുക്ക് ഈ ട്രിക്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യണം. ഈ ഒഫൻസ് ചെയ്യാതിരിക്കാൻ. ഇപ്പൊ ഇത് നമ്മളൊരു ശ്രദ്ധയില്ലാത്ത ആൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഒഫൻസ് അല്ലേ? അപ്പൊ ആ ഒഫൻസിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഒരു എഴുതി വെച്ചിരിക്കുന്ന ബോർഡിലോ ഹരേ കൃഷ്ണ മഹാമന്ത്രം എഴുതിയിരിക്കുന്ന ബോർഡോ ഒരു കാർഡിലോ പ്രിന്റ് ചെയ്തിട്ട് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് അവരെ കൊണ്ട് വായിപ്പിക്കണം. നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ആ ഒഫൻസ് ചെയ്യുന്നില്ല. അപ്പൊ ഇങ്ങനെ ചുളുവിളിയൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് വേണം പ്രീച്ച് ചെയ്യാൻ. അടുത്തത് ശ്രുതേപി നാമ മഹാത്മയെ യെ പ്രീതി രഹിത നാര അഹം മമാതി പരമോ നാംനി സോപി അപരാധകൃത് അപി പ്രമാദ. ഇതിന്റെ അർത്ഥാണ് to not have complete faith in the chanting of the holy name and to maintain material attachments even after understanding so many instructions on this matter. It is also an offense to be inattentive while chanting. ഇതിന്റെ മലയാളം പറയൂ മാതാജി. ഹരേ കൃഷ്ണ മാതാജി, ദിവ്യനാമ മഹാത്മ്യങ്ങൾ മനസ്സിലാക്കിയിട്ടും പൂർണ്ണ വിശ്വാസമില്ലാതെ വീണ്ടും ഭൗതിക ആസക്തി പുലർത്തുന്നതും അശ്രദ്ധമായി നാമം ജപിക്കുന്നതും അപരാധമാണ്. തന്നെ ഒരു വൈഷ്ണവൻ എന്ന് അവകാശപ്പെടുന്ന ഓരോ ഭക്തനും അഭിലഷിക്കുന്ന കൃഷ്ണപ്രേമം എന്ന പരമോന്നത ലക്ഷ്യം നേടാനായി ഈ 10 അപരാധങ്ങളും ഒഴിവാക്കേണ്ടതാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ മെറ്റീരിയൽ അറ്റാച്ച്മെന്റ്സ് എന്താണ്? ഭൗതികമായിട്ടുള്ള ആസക്തികൾ എന്തൊക്കെയായിരിക്കും? മെയിൻ നമ്മുടെ ജീവിതത്തിലൊക്കെ കാണുന്ന എന്തൊക്കെയായിരിക്കും മെറ്റീരിയൽ അറ്റാച്ച്മെന്റ്സ്? കുട്ടികള്, വീട്, സ്വത്ത്, ഭർത്താവ്, അങ്ങനെ എല്ലാം. അപ്പോ ഇതൊക്കെ മെറ്റീരിയൽ എന്ന് പറയുന്നു. പക്ഷെ നമ്മള് ഇപ്പൊ ഭർത്താവിനെ വിട്ടിട്ടൊക്കെ പോകാൻ പറ്റുമോ നമുക്ക്? ഇല്ല. ഇല്ല. അപ്പൊ അത് കുറച്ച് വ്യത്യാസമുണ്ട് മാതാജി. നമ്മള് ഭർത്താവോ ഭാര്യ എന്ന് പറയുന്നത് നമ്മൾ അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് അവരെ സെക്സ് ലൈഫിന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ അതൊരു മെറ്റീരിയൽ അറ്റാച്ച്മെന്റ് ആണ്. നേരെ മറിച്ച് നമ്മൾ അവരെ കൊണ്ട് ചാൻറ്റ് ചെയ്യിപ്പിച്ച് അവരെയും ഭക്തന്മാരാക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് അറ്റാച്ച്മെന്റ് അറ്റ് ഓൾ. അത് നമ്മൾ പ്രീച്ച് ചെയ്യുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഒരു ഭർത്താവിനെയും ഒരു ഭാര്യേനെയും വിടേണ്ട ആവശ്യമില്ല. ഇവരെല്ലാരും ജപിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഓൾറെഡി വി ആർ ഹാവിങ് മോക്ഷ ആൻഡ് ഓൾസോ ദേ ആർ ഓൾസോ ഹാവിങ് മോക്ഷ. സെക്സ് ലൈഫ് അതിൽ നമ്മൾ എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ട് നമ്മൾ അവരെ ഉപയോഗിച്ച് അവരിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ഹാപ്പിനെസ് നേടാൻ ശ്രമിക്കുമ്പോഴാണ് അത് മെറ്റീരിയൽ അറ്റാച്ച്മെന്റ് ആവുന്നത്. ഓക്കെ, അപ്പൊ ആരെയും വിടാനൊന്നും പറഞ്ഞിട്ടില്ല. നമ്മളെ അവരെ ഹരേ കൃഷ്ണ മഹാമന്ത്രം പ്രചരിപ്പിക്കാൻ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ മെറ്റീരിയൽ കോൺസെപ്റ്റ് ഓഫ് അഹം മാമേതി. അഹം മാമേതി എന്ന് പറഞ്ഞാൽ ഐ ആം ദിസ് ബോഡി ആൻഡ് എവറിത്തിങ് ബിലോങ്ങിങ് ടു ദിസ് ബോഡി ഈസ് മൈൻ. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആണ് മെറ്റീരിയൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ ശരീരം ആണ് ഞാൻ, ഞാനാണ് ഈ ശരീരം. ഈ ശരീരത്തിന്റെ ഉള്ള മീൻസ് ഈ ജന്മത്തിൽ വന്ന ഓൾ സ്റ്റാറ്റസ് സിമ്പിൾസ്, എൻ്റെ ഭാര്യ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ ഭർത്താവ്, എൻ്റെ കുട്ടികൾ എന്നൊക്കെ, ഇതെല്ലാം ഈ വീട് എല്ലാം എൻ്റെതാണ് എന്ന് വിചാരിക്കുന്നത്, ഈ ബോഡിയുടെ വാട്ട് എവർ ഇസ് ദർ അതൊക്കെ എൻ്റെതാണ് എന്ന് വിചാരിക്കുന്നതാണ് മെറ്റീരിയൽ കോൺസെപ്റ്റ് ഓഫ് ലൈഫ്. എന്റേതാണെന്ന് വിചാരിക്കേണ്ടോ, എല്ലാം കൃഷ്ണന്റേതാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പെർഫെക്റ്റ്ലി സ്പിരിച്വൽ ആണ്, അല്ലേ? ആ നമ്മുടെ ഹൃദയത്തിൽ അതാണ് വേണ്ടത്. നമ്മുടെ മനസ്സിൽ എവറിത്തിങ് ബിലോങ്സ് ടു കൃഷ്ണ, ഈവൻ മൈ ഹസ്ബൻഡ്, മൈ വൈഫ്, മൈ ചിൽഡ്രൻ, എവറിത്തിങ് ബിലോങ്സ് ടു കൃഷ്ണ. കൃഷ്ണ ഓൺലി ഹാസ് ഗിവൺ മീ ഓൾ ദിസ്. ഈ വീട് എനിക്ക് കൃഷ്ണനാണ് തന്നിരിക്കുന്നത്, അപ്പൊ ഇറ്റ് ബിലോങ്സ് ഫസ്റ്റ് ടു കൃഷ്ണ. ഇത് കൃഷ്ണന് വേണ്ടി ഞാൻ ഉപയോഗിക്കും. അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയാണ് നമ്മൾ സ്പിരിച്വൽ മെന്റാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അത് മെറ്റീരിയൽ അറ്റാച്ച്മെന്റ് അല്ല. ആരും വീട് വിട്ടു ഓടേണ്ട ആവശ്യമില്ല. ആരും അവരുടെ ഭർത്താവോ കുട്ടികളോ വിട്ടിട്ടോ ഭാര്യയോ കുട്ടികളോ വിട്ടിട്ടോ എങ്ങും ഓടേണ്ട ആവശ്യമില്ല. ഈ അഹം മാമേത്തി എന്നും പറഞ്ഞ കോൺസെപ്റ്റ് മാത്രം വിട്ടിട്ട് മനസ്സിൽ ഭഗവാന്റേതാണ് എല്ലാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ മെറ്റീരിയൽ അറ്റാച്ച്മെന്റ് പോയി കഴിഞ്ഞു. ഓക്കെ, സിമ്പിൾ ആണ് ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഇപ്പൊ ചൈതന്യ മഹാപ്രഭു ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചൈതന്യ മഹാപ്രഭു ചെന്ന് ഓരോ സ്ഥലത്ത് സൗത്ത് ഇന്ത്യ ടൂർ എന്നും പറഞ്ഞ് ചെന്നിട്ട്
ഓരോ സ്ഥലത്ത് പ്രീച്ച് ചെയ്തപ്പോ അവിടെ ഉള്ള ആൾക്കാരൊക്കെ ചൈതന്യ മഹാപ്രഭു ഭഗവാനല്ലേ, കൂടെ ചെന്നാ മതി, നമുക്ക് ഇതൊന്നും വേണ്ട, അല്ലേ? ചൈതന്യ മഹാപ്രഭു അട്രാക്റ്റീവ് ആണ്. നമുക്ക് നമ്മുടെ കുടുംബമൊന്നും വേണ്ട, ഐ എം കമ്മിങ് വിത്ത് യു ചൈതന്യ മഹാപ്രഭു എന്നും പറഞ്ഞ് പല ആൾക്കാരും അവരവരുടെ കുടുംബം വിട്ടിട്ട് ചൈതന്യ മഹാപ്രഭുയുടെ പിന്നാലെ സന്യാസം എടുത്തിട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ട് ചൈതന്യ മഹാപ്രഭു അതൊന്നും വേണ്ട, നിങ്ങൾ ഇവിടെ ഗൃഹസ്ഥരായിട്ട് തന്നെ കഴിഞ്ഞോളൂ, ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്താൽ തന്നെ ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവരെയൊക്കെ വീട്ടിൽ തന്നെ ഇരുത്തി. അപ്പൊ അങ്ങനെ നമ്മൾ എങ്ങനെയാണ് സ്പിരിച്വലിലോട്ട് മാറേണ്ടതെന്ന് സിമ്പിളാണ്. അപ്പൊ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇന്നറ്റൻറ്റീവ് ചാൻറ്റിങ്, ശ്രദ്ധയില്ലാതെ, അല്ലെ? ഇന്നറ്റീവ് നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ചില ആൾക്കാർ, ഇത് വെരി കോമൺ ആണ് ഡിവോട്ടീസിന് കാണുന്നത്, വലിയ ഒഫൻസ് ആണത്, വളരെ കോമൺ ആണ്. ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോ അതിന് മുമ്പ് ഇരുന്ന് ജപിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതൊരു ഒഫൻസ് ആണ്. അപ്പൊ ഈ ഒഫൻസ് ഒക്കെ വരുമ്പോ ഒരു സാധാരണ ഒഫൻസ് ആണെന്നൊന്നും വിചാരിക്കാൻ പാടില്ല. ഈ 10 ഒഫൻസ് എന്ന് പറയുന്നത് ഞാനിപ്പോ പറഞ്ഞു കൊടുത്ത എല്ലാ ഒഫൻസും ഭയങ്കര വലിയ തെറ്റാണ്. അപ്പൊ അത് അന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ നമ്മൾ എങ്ങാനും ഇന്നറ്റൻറ്റീവ് ചാൻറ്റിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ അതിന്റെ അടി നമുക്ക് കിട്ടും. ഓരോരുത്തരുടെ ജീവിതത്തിൽ കണ്ടു കാണും. ഇപ്പൊ നമ്മൾ ഇന്നറ്റൻറ്റീവ് ആയിട്ട് നമ്മൾ ചാൻറ്റ് ചെയ്തു, ടി വി കണ്ടുകൊണ്ട് ചാൻറ്റ് ചെയ്തു, അന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രശ്നം, ഒരു അടിയും പിടിയും ഒക്കെ ഇല്ലാതെ പോവില്ല. അപ്പൊ ഇതൊക്കെ വരുന്നത് നമ്മൾ ചാൻറ്റ് ചെയ്യുമ്പോൾ എന്തിനാണ് നമ്മൾ ഭഗവാനെ എല്ലാ ദിവസവും വിളിച്ചുകൊണ്ടിരിക്കല്ലേ, എന്തിനാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ആവണത് എന്ന് വിചാരിക്കും. അതിന്റെ കാരണം എന്താണ്? ഈ ഒഫൻസ് ചെയ്യുന്നത് കാരണമാണ്. ഇൻഅറ്റൻറ്റീവ് ചാൻറ്റിങ് ചെയ്യുമ്പോൾ നല്ല അടി കിട്ടും. അപ്പൊ ഇത് ശ്രദ്ധിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ കൃഷ്ണൻ, നമ്മളിപ്പോ ദാമോദര ലീല ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ കാർത്തിക് മാസം കഴിഞ്ഞിപ്പോ ഇറങ്ങിയതേ ഉള്ളൂ, അല്ലെ? അപ്പൊ അതിൽ തന്നെ ഒരു കാര്യം കാണാൻ പറ്റും. യശോദ മയ്യ വന്നിട്ട് കൃഷ്ണൻ ഓടി വന്നപ്പോ കൃഷ്ണനെ മടിയിൽ ഇരുത്തിയിട്ട് പാലൊക്കെ കൊടുക്കാൻ തുടങ്ങി. എന്നിട്ട് എന്തായി? പെട്ടെന്ന് പാല് തിളയ്ക്കുന്ന ശബ്ദം കേട്ടിട്ട് കൃഷ്ണനെ മടിയിൽ നിന്ന് താഴെ ഇറക്കിയിട്ട് ഓടിച്ചെന്ന് അടുപ്പത്തിരിക്കുന്ന പാലിനെ രക്ഷിക്കാൻ പോയി, അല്ലെ? അപ്പൊ എന്തായി? കൃഷ്ണന് കൊടുക്കാനുള്ള കംപ്ലീറ്റ് അറ്റൻഷൻ മാറി. അപ്പത്തേക്കും കൃഷ്ണന് എത്ര ദേഷ്യം വന്ന്, ഉള്ള ചട്ടിയും കലമൊക്കെ പൊട്ടിച്ച് ആ ദാമോദര ലീല തന്നെ നടന്നത് ആ ഒഫൻസ് കാരനാണ്, അല്ലെ? യശോദ മയ്യ ഇൻഅറ്റൻറ്റീവായിട്ട് കൃഷ്ണന് പാല് കൊടുത്ത്, അവിടെ ഫുൾ അറ്റൻഷൻ കൃഷ്ണന് മാത്രം കൊടുത്തിട്ട് പാല് എന്ത് വേണമെങ്കിൽ തിളച്ച് എവിടെ വേണമെങ്കിലും പോട്ടെ, ഞാൻ ഇപ്പൊ കൃഷ്ണൻ എന്റെ കൂടെ ഉണ്ട്, അപ്പൊ കൃഷ്ണന് മാത്രം ഫുൾ അറ്റൻഷൻ കൊടുക്കാൻ പോണു എന്നും പറഞ്ഞ് ആ അറ്റൻഷൻ നമ്മൾ കൊടുക്കണം. ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോൾ അതേപോലെ ഫുൾ ശ്രദ്ധ നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന് തന്നെ കൊടുത്തിട്ട് കൃഷ്ണനെ തന്നെ നമ്മൾ ധ്യാനിക്കണം. ഇത് ചെയ്തില്ലെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം തന്നെ അടി കിട്ടും. ചട്ടിയും കലമൊക്കെ പൊട്ടിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ സംഭവമാവും. പിന്നെ ചിലരിങ്ങനെ ഇരുന്ന് ജപിക്കാൻ പറ്റുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ക്ഷീണമായി കിടന്നുകൊണ്ട് ജപിക്കും. ഇതൊക്കെ വലിയ വലിയ ഒഫൻസ് ആണ്. നമ്മളത് നിസ്സാരമായിട്ട് കരുതും, പക്ഷെ അതും വലിയ ഒഫൻസ് ആണ്. സൂക്ഷിച്ചോളണം. പിന്നെ കിടന്നുകൊണ്ട് ഉറങ്ങുമ്പോ ഹരേ നമുക്ക് കൃഷ്ണ മനസ്സിൽ, ഹരേ യെസ് പ്രഭു, മാതാജി പറയും. ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് മാതാജി. ഹരേ കൃഷ്ണ മാതാജി. നമ്മളിപ്പോ ഹരേ കൃഷ്ണ മാതാജി, നമ്മൾ ഭഗവാന്റെ സത്സംഗം കേട്ടും കൊണ്ട് ജപിച്ചാലോ? അതും തെറ്റാ? മാതാജി ജപിക്കാൻ ഹരേ വേണ്ടി കൃഷ്ണ. ഒരു സ്പെഷ്യൽ ടൈം മാറ്റി വെച്ചിട്ട് ജപിക്കൂ, അല്ലെങ്കിൽ അല്ല, ജപിക്കാതിരിക്കുക. അതുണ്ട്. ഇന്നറ്റൻറ്റീവായിട്ട് ചെയ്യുമ്പോ അടി കിട്ടുന്നതല്ലേ. അത് ഓക്കെ. രാവിലെ ചെയ്യാറുണ്ട്. പക്ഷെ അല്ലാത്തപ്പോ ഞാൻ ചോദിച്ചതാണ്. ഇപ്പൊ ഭഗവാന്റെ കാലഘട്ടം കേൾക്കുമ്പോ തെറ്റാണോന്ന് ചോദിക്കാം. ആ സമയത്ത് നമ്മൾ ജപിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ശ്രദ്ധിച്ചോണ്ട് ഇപ്പൊ കേൾക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾവിയിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കണം, അല്ലേ? ഒരു ക്ലാസ് നമ്മൾ കേട്ടോണ്ടിരിക്കുമ്പോ ക്ലാസ് കേൾക്കാതെ നമ്മൾ അതിന്റെ ഇടയ്ക്ക് ചാൻറ്റ് ചെയ്ത് എന്താ നമ്മൾ അൾട്രാ സൂപ്പർലേറ്റീവ് ഭക്തരാവാനാണോ? അല്ലല്ലോ, അല്ലേ? ക്ലാസ് കേൾക്കുമ്പോ ക്ലാസ് കേൾക്കണം, ജപിക്കുമ്പോ ജപിക്കണം. ഇപ്പൊ ഞാൻ മാതാജിയുടെ അടുത്ത് സംസാരിക്കുമ്പോ ഞാൻ അതിന്റെ ഇടയ്ക്ക് വേറൊരാളുടെ അടുത്തും കൂടി സംസാരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് അയാൾക്ക് വേറൊരു സിഗ്നൽ കൊടുക്കുകയാണ്. അപ്പൊ മാതാജിക്ക് എന്ത് ഫീൽ ചെയ്യും? ഹരേ ഫീൽ ചെയ്യും, കൃഷ്ണ. അല്ലെ? ശരിയാ.
ആ അതെ. അപ്പൊ അതുപോലെയാണ്. അപ്പൊ നമ്മള് സാധാരണ ആൾക്കാർ മനുഷ്യര് അവർക്ക് പോലും അറ്റൻഷൻ കൊടുക്കേണ്ടതാണ് അല്ലേ? അപ്പൊ നമ്മൾ ആ അറ്റൻഷൻ നമ്മൾ അതെ. ഭഗവാന് കൊടുത്തില്ലെങ്കിൽ എന്തായിരിക്കും? എത്ര ഈഗോ ഹേർട്ട് ആവുന്നു ഒരു സാധാരണ മനുഷ്യന്, അതിന്റെ 100 ഇരട്ടി ഈഗോ ആണ് സുപ്രീം ഗോഡിന് അല്ലേ? അതുകൊണ്ടാണ് ഹരേ നമുക്ക് കൃഷ്ണ. അടി കിട്ടുന്നത്. ഇൻഅറ്റൻറ്റീവ് ചാന്റിങ് ഭയങ്കര വലിയ അടിയാണ് കിട്ടാൻ പോണത്. അപ്പൊ അത് എന്തായാലും അറ്റൻറ്റീവ് ആയിട്ട് ചാന്റ് ചെയ്തേക്കും. അല്ലെങ്കിൽ നമുക്ക് ആ അറ്റൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ സമയത്തേക്ക് ഒന്ന് ചാന്റിങ് ബീഡ്സ് മാറ്റി വെച്ചിട്ട് വേറെ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്തിട്ട് പിന്നെയും ചാന്റ് ചെയ്യുക. അറ്റൻറ്റീവ് ആയിട്ട് ചാന്റ് ചെയ്യുക, അല്ലെങ്കിൽ അതൊന്ന് കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കുക. എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ചെയ്തിട്ട് പിന്നെ ചാന്റ് ചെയ്തോ. ഓ, അല്ലെങ്കിൽ ഭയങ്കര ഹരേ കൃഷ്ണ. പ്രശ്നമാവും. കീർത്തൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സ് വേറെ എവിടെയോ ആണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പാടില്ല. നമ്മൾ ആ സ്ഥലത്ത് ഉണ്ടാവണം. ആ ഫുൾ ഫോക്കസും ശ്രദ്ധയും അവിടെ തന്നെ കാണണം. ഇതൊക്കെ ഒഫൻസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ ആദ്യമൊക്കെ വരുമ്പോ ഇതൊക്കെ ഒഫൻസ് ആണെന്ന് പോലും അറിയില്ല അല്ലേ? ടി വി കണ്ടുകൊണ്ട് ചാറ്റ് ചെയ്യുന്ന പലരും നമ്മൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇത് ഒഫൻസ് ആണെന്ന് പോലും നമുക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല, അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ ഇപ്പോഴെങ്കിലും ഇനി അതങ്ങനൊക്കെ ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ഈ ഒഫൻസ് ഇല്ലാതെ ചാറ്റ് ചെയ്യുമ്പോൾ പ്യുവർ ചാന്റിങ് ആണിത്. ഈ ചാന്റിങ്ങിന്റെ പല സ്റ്റേജസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? പല ക്ലാസ്സിലും കേട്ടിട്ടുണ്ടാവും. ഹരേ കൃഷ്ണ മാതാജി, നടന്നുകൊണ്ട് Yes. ജപിക്കാൻ പറ്റുമോ? കിടന്നോണ്ട് നോ, കിടന്നോണ്ടല്ല, നടന്നോണ്ട്. നടന്നുകൊണ്ട് ജപിക്കാം, കുഴപ്പമില്ല. പ്രഭുപാദ് പോലും നടന്നുകൊണ്ടൊക്കെ ജപിക്കാറുണ്ട്. പക്ഷെ നമ്മൾ വേറെന്തോ ചെയ്തോണ്ടിരിക്കാൻ പാടില്ല. നടന്നുകൊണ്ട് വീട് മൊത്തം ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്നു, അതിന്റെ ഇടയ്ക്ക് ചാന്റ് ചെയ്യണു. അങ്ങനെയല്ല. ഓക്കെ. അങ്ങനെ ചെയ്യുന്ന ഹരേ കൃഷ്ണ. ആൾക്കാരുണ്ട്. പക്ഷെ അതൊക്കെ വലിയ അപരാധമാണ്. അതിന്റെ അടി കിട്ടും പിന്നീട്. അതുകൊണ്ട് ചെയ്യാതിരിക്കുക അങ്ങനെയൊക്കെ. ഹരേ കൃഷ്ണ മാതാജി, സോറി, യെസ്. സമയം കഴിഞ്ഞു. Okay, കഴിഞ്ഞു. ഇത് അപ്പൊ to every devotee who claims to be a Vaishnava must guard against these offenses in order to quickly achieve the desired success. അപ്പൊ സക്സസ് എന്താണ് നമ്മൾ ആഗ്രഹിക്കണേ? ഈ ഒഫൻസ് ഒക്കെ ചെയ്യാതെ നമ്മൾ ഈ നാമം ജപിക്കണൊക്കെ എന്താണ് നമ്മൾ ആഗ്രഹിക്കണേ? ഭഗവാന്റെ ഗോലോക വൃന്ദാവനം. പ്രേം. ഗോലോക വൃന്ദാവൻ കീഴടക്കിയിട്ട് വേണം അവിടുത്തെ രാജ്ഞിയാവാൻ അല്ലേ മാതാജി? അതെ അങ്ങനെയാണോ? അതെ അതെ അതെ, അങ്ങനെയല്ല. ഏഹ്? നമുക്ക് അതിനുള്ള യോഗ്യത ഒന്നും ആയിട്ടില്ല മാതാജി. അപ്പൊ നമ്മൾ ഗോലോക വൃന്ദാവനം അവിടെ എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഹൃദയത്തിൽ എന്താണ് വരേണ്ടത്? അതാണ് സക്സസ്. അതെന്താണത് ഹൃദയത്തിൽ വരേണ്ടത്? കൃഷ്ണപ്രേമം. വെരി ഗുഡ്. അപ്പൊ എന്റെ ക്ലാസ് ജയിച്ച്. കൃഷ്ണപ്രേമമാണ് നമുക്ക് വരേണ്ടത്. ഓക്കെ, ഹരേ വളരെ കൃഷ്ണ. നല്ല ക്ലാസ് ആയിരുന്നു മാതാജി. ഹരേ കൃഷ്ണ. വളരെ നല്ല ഹരേ ക്ലാസ് കൃഷ്ണ. ആയിരുന്നു. കാരണം ഒത്തിരി ഹരേ കൃഷ്ണ മാതാജി. ആൾക്കാർ അറിയാൻ സംശയങ്ങളെല്ലാം വയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ മാതാജി ഞങ്ങൾക്ക് പറഞ്ഞു തന്നു ഇപ്പോഴും. ഹരേ കൃഷ്ണ. ഒത്തിരി അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അതിനെല്ലാം ഞങ്ങൾക്ക് മറുപടി കിട്ടി ഇപ്പോഴും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ ഒറിജിനൽ പത്മപുരാണത്തിലുള്ള ശ്ലോകങ്ങളൊക്കെ ഫോർവേഡ് ചെയ്യും. ഞാൻ പ്രഭുവിന് അയച്ചിട്ടുണ്ട്, ആദികർത്ത പ്രഭുവിന്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫോർവേഡ് ചെയ്യും. അങ്ങനെ അതിലുള്ള ശ്ലോകങ്ങളായിട്ടും പഠിക്കാം. ചില ആൾക്കാർക്ക് ഇപ്പൊ ക്ലാസ് ഒക്കെ കൊടുക്കണമെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ട് ഇങ്ങനെ സംസ്കൃതമൊക്കെ വായിച്ചില്ല, അതുപോലെ ഇല്ലാതെ നല്ല ബൈഹാർട്ട് ചെയ്തിട്ട് ക്ലാസിക് ആയിട്ട് ചെയ്യാം. അപ്പൊ ശ്ലോകങ്ങളൊക്കെ അങ്ങോട്ട് അയച്ചു തരും. ഹരേ വേറെ കൃഷ്ണ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ചോദിച്ചോട്ടെ മാതാജി? ഈ ചോദിച്ചോളൂ. ജപമാല ഇല്ലാതെ സദാസമയം ഭഗവാന്റെ നാമം മനസ്സിൽ ജോലി ചെയ്യുമ്പോഴും പറയാമല്ലോ? പറയാം. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ ആ ജോലിയിൽ ശ്രദ്ധ കൊടുക്കാൻ പാടില്ല, നമ്മൾ ആ ചാന്റിങ്ങിൽ ശ്രദ്ധ കൊടുക്കണം. അത് പറ്റുമോ എന്തോ, പറ്റുന്നില്ലെങ്കിൽ ജപിക്കാതിരിക്കുക. നമുക്ക് വേണമെങ്കിൽ കീർത്തൻ ടേപ്പോ എന്തെങ്കിലും ഓൺ ആക്കിയിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ചെയ്യാം. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യാണ്, ഇപ്പൊ പാത്രം കഴുകുവാണ്, അപ്പൊ നമുക്ക് കീർത്തൻ ടേപ്പോ എന്തെങ്കിലും ഓൺ ആക്കിയിട്ട് അത് കേട്ടോണ്ടിരിക്കാം. അത് ഒഫൻസ് അല്ല. നമ്മൾ ജപിക്കുമ്പോൾ അത് ഫുൾ കോൺസെൻട്രേഷൻ ജപത്തിലായിരിക്കണം. വേറെ ഹരേ എന്തെങ്കിലും കൃഷ്ണ ഡൗട്ട്സ്? മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ എനിക്കിത് 2 എപ്പിസോഡായിട്ട് ചെയ്യേണ്ടതാണ്. ഇപ്പോ സാഹചര്യം കൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ല മാതാജി. വീണ്ടും ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും എപ്പിസോഡ് 1, 2 എന്ന് പറഞ്ഞ് വരുന്നതായിരിക്കും. ഒരുപാട് പ്രോഗ്രാംസ് ഇനി വരുന്നുണ്ട്.
മാതാജിയുടെ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടുവെങ്കിൽ മാതാജി വീണ്ടും ഇതുപോലെ വരണമെങ്കിൽ ഒരു 3 പ്രാവശ്യം മാതാജിക്കും മാതാജിയുടെ കുടുംബത്തിനും വേണ്ടി ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാം. ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ രാം ഹരേ രാം 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 ഹരേ രാമ 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 ഹരേ പഞ്ചകൽപതരുപേക്ഷ കൃപാ സിന്ധുപേവ ച പതിതാനാം